السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഒരിടവേളയ്ക്ക് ശേഷം ഇനിയും നമ്മുടെ ക്ലാസ് തുടരുകയാണ്. അൽഹംദുലില്ലാഹ്, ബഹുമാന്യരാവുന്ന ജൗഹറുദ്ദീൻ ഉസ്താദ് ഇതുവരെയും ക്ലാസ് ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കൊക്കെയും ദീനീ ഖിദ്മത്തിലായുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ചർച്ച നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ പശ്ചാത്തലം നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും. കേരളത്തിലെ ഒരു ചാനലിൽ നടന്നു വരുന്ന ഒരു പ്രോഗ്രാമിനിടെ ആ പ്രോഗ്രാം തന്നെ മാനവികമായ, ധാർമ്മികമായ എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്നതാണെന്ന് പൊതുവെ ആരോപണമുണ്ട്. ആ പ്രോഗ്രാമിനിടെ ഒരു പ്രമുഖ നടൻ എന്നറിയപ്പെടുന്നയാൾ ധാർമ്മികമായി തീരെ ശരിയല്ലാത്ത, പ്രകൃതി വിരുദ്ധമായ ഗേ ലെസ്ബിയൻ ലൈംഗിക വൈകൃതത്തെ ഏറെ ന്യായീകരിച്ചുകൊണ്ടും അതിനപ്പുറം ആ വൃത്തികേടിനെ ചോദ്യം ചെയ്യുന്നതോ ആരെങ്കിലുമൊക്കെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതോ തീരെ സഹിക്കാൻ പറ്റാത്ത വിധം ആക്രോശിക്കുന്നതും എതിർ ശബ്ദമുയർത്തിയ അതേ പരിപാടിയിലെ ഒന്ന് രണ്ട് വ്യക്തികൾക്കെതിരെ ഇറങ്ങിപ്പോവാനൊക്കെ ആഹ്വാനം നൽകുന്നതും ഇന്ന് കേരളത്തിലേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വൈകൃതങ്ങളെ എതിർക്കാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം അതിന് വിരുദ്ധമാണെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ പോലും പറ്റില്ല എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്ന് വേണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അവരെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രവേശിപ്പിക്കുമെന്നൊക്കെ അദ്ദേഹം ഗീർവാണം മുഴക്കുന്നുണ്ട്. അന്യൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അത് കാണാൻ ഭംഗി എന്ന് പറയുന്ന മാത്രമായിട്ട് ഇതിനെ വിലയിരുത്താൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മക്കളോ ബന്ധുക്കളോ ഭാര്യയോ ഒക്കെ ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെടുകയും അവർ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം കടന്നു വരികയും ചെയ്യുമ്പോൾ ആവും ഇത്തരം പ്രഖ്യാപനങ്ങൾ എത്രമേൽ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ പോലെ ഏതെങ്കിലും ആളുകൾ അത് അംഗീകരിച്ചു എന്ന് തന്നെ വെക്കുക. അവരുടെ കുടുംബത്തിനും ബന്ധത്തിനൊക്കെ ആ വിഷയത്തിൽ സ്വാതന്ത്ര്യം നൽകി എന്നും സങ്കല്പിക്കുക. എന്ന് വെച്ചത് ധാർമ്മികമാവില്ല, എന്ന് വെച്ചത് പ്രകൃതിപരവുമാവൂല എന്നല്ല. എല്ലാവരും അത് അംഗീകരിക്കണം എന്ന് ആക്രോശിക്കാനോ നിഷ്ഠ വെക്കാനോ ഒരാൾക്കും സാധ്യമല്ല. ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു കാര്യത്തെ നിങ്ങൾ രണ്ടുപേരും മാത്രം എന്തിനാണ് എതിർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ലോകത്തെ സർവ്വ മനുഷ്യരെയും അദ്ദേഹം ലെസ്ബിയൻ, ഗേ, ദുസ്വഭാവത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുകയാണ്, ഇഷ്ടക്കാരായിട്ട് തീരുമാനിക്കുകയാണ്. ലോകത്ത് അദ്ദേഹം നടന്ന അങ്ങനെ ഒരു കണക്കെടുത്തതുപോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ലോകം മുഴുവൻ ഇത് അംഗീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഗതികെട്ട ഒരു സംസ്കാരത്തെ എങ്ങനെയെങ്കിലും മാനവികതയുടെ ഭാഗമാക്കാനുള്ള ലിബറൽ ക്യാപിറ്റലിസ്റ്റ് ചിന്തകളുടെ അറിഞ്ഞോ അറിയാതെയോയുള്ള പ്രചാരകനായി അദ്ദേഹം മാറുകയായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ചോ അദ്ദേഹം പരാമർശിക്കാൻ കാരണക്കാരായ വ്യക്തികളെ കുറിച്ചോ അതല്ലെങ്കിൽ ആ ചാനലിനെ കുറിച്ചോ അവരുടെ അത്തരം പ്രോഗ്രാമുകളെ കുറിച്ചോ അല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ ജീവിത ഗന്ധിയായ ആദർശമാണ്. മനുഷ്യൻ്റെ ഓരോ ചലനത്തെയും കൃത്യമായി വ്യവസ്ഥകൾ കൊണ്ട്, നിയമം കൊണ്ട് വിശദീകരിക്കുകയും മനുഷ്യൻ്റെ വിമോചനത്തിന് ഭൗതികവും ആത്മികവുമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്ത ദൈവിക ദർശനമാണ് ഇസ്ലാം. കളങ്കമില്ലാതെ അത് ഇതുവരെയും കടന്നു വരുന്നു, ഇനി എന്നും നിലനിൽക്കുകയും ചെയ്യും. അതിൻ്റെ വേദം സുഭദ്രമാണ്, അതിൻ്റെ പ്രമാണങ്ങൾ ആധികാരികമാണ്. നമ്മുടെ നിരൂപണ ശേഷി മുഴുവൻ ഉപയോഗപ്പെടുത്തി അതിൻ്റെ പ്രമാണങ്ങളെ നമ്മൾ നിരൂപണം നടത്തിയാലും പരിശോധിച്ചാലും അത് ശുദ്ധവും അത് എല്ലാവിധ പ്രമാദങ്ങളിൽ നിന്ന് വിമുക്തവുമാണെന്ന്
നമുക്കൊക്കെ മനസ്സിലാക്കാനും പറ്റും. അതുകൊണ്ട് വിശ്വാസികളെ ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നത് മുസ്ലിം സാമാന്യ ജനത്തിൻ്റെ തന്നെ ബാധ്യതയാണ്. അതുകൊണ്ട് മാത്രം ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഇത് തീരുമെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എന്നാലും നമുക്ക് അതിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കാം. എന്താണ് ഗേ ലെസ്ബിയൻ സംസ്കാരം? ഗേ ലെസ്ബിയൻ സംസ്കാരത്തിൽ മാത്രമല്ല ലൈംഗിക വൈകൃതങ്ങൾ നിലകൊള്ളുന്നത്. ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷ ലൈംഗികത എന്ന പേരിൽ ന്യായീകരിച്ച് ഒട്ടുമിക്ക വൃത്തികേടുകളെയും ഒരു കൊടക്കൂട്ടിൽ കൊണ്ടുവന്ന് അതിന് ചില പ്രകൃതിപരമായ ലൈംഗിക പ്രയാസങ്ങളെ മുന്നിൽ നിർത്തി മറ്റ് പ്രകൃതി വിരുദ്ധമായ എല്ലാ വൃത്തികേടുകളെയും ന്യായീകരിക്കുന്ന ഒരു ശൈലി, അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സംഘടിത രൂപമാണ്. അത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ പണക്കൊതി മൂത്ത ക്യാപിറ്റലിസ്റ്റുകൾ സൃഷ്ടിച്ചുവിടുന്ന പാമര ജനങ്ങളെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോവാൻ സാധ്യതയുള്ളവരെയും പറ്റിച്ച് പണക്കൊഴുപ്പ് നേടാൻ വേണ്ടി സംവിധാനിച്ച ആസൂത്രിതമായ ഒരു വഞ്ചനയാണ്. പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട് LGBTQIA+. ഇതൊരു ആക്ടിവിസ്റ്റാണ് എന്നല്ല, ഒരു പൊളിറ്റിക്സാണ്. എന്താണ് LGBT എന്നൊക്കെ പറഞ്ഞാൽ? അള്ളാഹു മനുഷ്യന് അനുവദിച്ചു കൊടുത്ത അല്ലെങ്കിൽ പ്രകൃതിപരമായി മനുഷ്യന് മറ്റ് ജീവികൾക്ക് ജന്തുവർഗങ്ങൾക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ച ലൈംഗിക രീതിയാണ് എതിർലിംഗങ്ങൾ തമ്മിലുള്ളത്. അതാണ് പ്രകൃതിപരം. അതുകൊണ്ട് സ്ത്രീ പുരുഷ ലൈംഗിക ഭാഗങ്ങൾ അനുപൂരകങ്ങളാണ്, ഒന്നൊന്നിനെ ആവാഹിക്കാൻ ശേഷിയുള്ളതാണ്. ഒരു സ്ത്രീയും പുരുഷനും സെക്സലായ താല്പര്യങ്ങളിലേക്ക് മുതിരുമ്പോൾ ആ ലൈംഗിക ബന്ധം സുഖപ്രദമാവാനും സൗകര്യപൂർവമാവാനുമുള്ള പ്രകൃതിപരമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ബയോളജിക്കൽ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു, അവരുടെ ശരീരത്തിൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല തൽക്കാലം, ഈ ലൈംഗിക ബന്ധം സുഖപ്രദമാവാനുള്ള അല്ലെങ്കിൽ സൗകര്യപൂർവമാവാനുള്ള ലൂബ്രിക്കൻസുകൾ രൂപപ്പെടുന്നത് പോലും. ഇത് അള്ളാഹു നിശ്ചയിച്ച ലൈംഗിക ഭാഗങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിപരമായുള്ള ലൈംഗിക ഭാഗങ്ങളിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ബാക്കിയുള്ള ഇതുപോലെയുള്ള ഏതൊക്കെ വൃത്തികേടുകളുണ്ടോ അതൊക്കെ സാധ്യമാക്കണമെങ്കിൽ, അവരുടേതായ താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും പുറം വസ്തുക്കളെ അവർ വ്യാപകമായി ഉപയോഗിക്കേണ്ടി വരുന്നു. അത് കാരണം ശാരീരികമായി നിരവധിയായ അനർത്ഥങ്ങളും ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു, ഇത് വിസ്തരിച്ച് പറയേണ്ടതാണെന്ന്. ഇങ്ങനെ ആണും പെണ്ണും തമ്മിലുള്ള സെക്സൽ ജീവിതം നയിക്കുന്നതിന്, ആണായി ജനിച്ച് ആണായി വളർന്ന് ആണായി ജീവിക്കുന്നതിന്, അപ്രകാരം പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന് പെണ്ണായി ജീവിക്കുന്നതിനൊക്കെ ഹെട്രോനോർമാറ്റിക് ജീവിതം അല്ലെങ്കിൽ രീതി എന്നാണ് പറയാം. ഇതിന് വിരുദ്ധമായുള്ള ഏതൊക്കെ പരിപാടിയുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ക്യൂർ ജീവിതം എന്നാണ് പറയാം. ക്യൂർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് വിചിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ വിചിത്രമായ ജീവിത രീതി, ലൈംഗിക രീതി, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് LGBTQIA+ ആക്ടിവിസം അല്ലെങ്കിൽ പൊളിറ്റിക്സ്. സത്യത്തിൽ ഇതിലെ ഓരോന്നും ഓരോ വൃത്തികേടുകളുടെ പ്രതീകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെസ്ബിയൻ. ഇന്ന് വിവാദമായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ കാരണമായ പ്രശ്നം അതാണ്. ഗേ എന്ന് പറഞ്ഞാൽ, ജി എന്ന് പറഞ്ഞാൽ ഗേ എന്ന് വെച്ചാൽ ആണും ഒന്നിച്ചു ചേർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ മുജീബ് സാറ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ അടുക്കളകളിലേക്ക് ഇത് കയറി വരുന്നു. ഇതിന് വിരുദ്ധമായി നിലകൊള്ളുന്ന ആളുകൾ തീരെ പരിഷ്കാരികളല്ലെന്നും 6-ാം നൂറ്റാണ്ടിലെ ഏതോ ഗോത്രവർഗ സമൂഹത്തിന്റെ നിയമം പിൻപറ്റി തീരെ വെളിച്ചം വെക്കാത്തവരാണെന്നും ആരോപിക്കപ്പെടുന്നു. അതിനപ്പുറം ഇതിനെതിരെ സംസാരിച്ചാൽ കൃത്യമായ രീതിയിൽ നടപടിക്രമങ്ങൾ പോലും ഉണ്ടാകുന്നു. യൂറോപ്പിലൊക്കെ ചില ആളുകൾ ജയിലിൽ കിടക്കുന്നത് മക്കൾക്ക് ലെസ്ബിയൻ താല്പര്യം വരുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അമേരിക്കയിലും ഒക്കെ അങ്ങനെ ഉണ്ട്. ഒരു മുസ്ലിം ഫാദർ 5 കൊല്ലമായിട്ട് അമേരിക്കയിൽ ജയിലിലാണ്.
അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള പെൺകുട്ടിക്ക് ആണാവാൻ തോന്നി. 18 വയസ്സൊക്കെ ആയി ഇത്തിരി പക്വതൊക്കെ വന്നിട്ട് പോരേന്ന് മാത്രം അദ്ദേഹം ചോദിച്ചു. അതാണ് അദ്ദേഹം ചെയ്ത ഗുരുതരായ ക്രിമിനൽ കുറ്റം. നമ്മുടെ തന്നെ ഇന്ത്യയിൽ ചെന്നൈ ഹൈക്കോടതിയിൽ ഇത് സംബന്ധമായൊരു കേസ് നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് ഇത്തരം വൃത്തികേടിന് താല്പര്യം തോന്നിയാൽ അതിനെ എതിർക്കാൻ പാടില്ല മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് അവിടെയുള്ള ഏതോ ഒരു സൈക്കോളജി അസോസിയേഷൻ കൊടുത്തതാണ്. ആ കേസ് ഒന്ന് പാസ്സായി എന്ന് ഒന്ന് ചിന്തിക്കുക, അവർക്ക് അനുകൂലമായി വിധി വന്നു എന്ന് ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ പോലും ഇത്തരം അധാർമിക പ്രവർത്തനങ്ങൾക്ക് സ്വന്തം മക്കൾക്ക് താല്പര്യം വന്നാൽ തന്നെയും അവരതിൽ നിന്ന് തടയാൻ പറ്റാതെ വരും. അതുകൊണ്ട് മനുഷ്യത്വത്തെ മാനിക്കുന്നവർ ഇതിനെ ശക്തമായി എതിർക്കേണ്ടിയും വരും. ഗേ എന്നും പറഞ്ഞിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാം സൊസൈറ്റി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജില്ലയിലെ ഒരു സ്ഥലത്ത് ഉസ്താദിന്റെ മകൻ ജ്യേഷ്ഠന്മാരൊക്കെ ഉസ്താദായിരിക്കെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ പെൺകുട്ടിയെ തരേണ്ടതില്ല, എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്തുമായി ഞാൻ ഗേ ബന്ധം തുടങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പച്ചക്ക് പറയുന്ന, കുടുംബത്തെ മാനം കെടുത്തി മുന്നിൽ വന്ന് ഈ വിഷയമൊന്നും ഒരു സംഭവമല്ല എന്ന രീതിയിൽ നിർലജ്ജം ഇത് പറയുന്ന മോൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നല്ല, ഇത് കൂടിയിരിക്കും. എന്തുകൊണ്ടെന്നാൽ പൊതുസമൂഹം ഇതിന് വലിയ സപ്പോർട്ടാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അതിക്രമങ്ങളുടെ വക്താക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. വാർത്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. 7 വർഷം മുന്നേ ഇതിനുള്ള ശ്രമം നടത്തി ഇവരെല്ലാവരോടും സമരം ചെയ്ത് IPC 377 എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇതൊക്കെ വിരോധിച്ചുകൊണ്ടുണ്ടായിരുന്ന നിയമത്തെ പൊളിച്ചെഴുതിയിട്ടുണ്ട് സുപ്രീം കോടതി. ആ നിയമം എടുത്തു കളഞ്ഞിട്ടുണ്ട്. ആ നിയമമുള്ള കാലം ഗേ ലെസ്ബിയൻ ബന്ധങ്ങൾ ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമായിരുന്നു. കോടതി അതിന് പറഞ്ഞ ചില ന്യായങ്ങളുണ്ട്. മനുഷ്യന്റെ ഓരോ താല്പര്യങ്ങളും മൗലികാവകാശമാണെന്നും അതിന് എതിരുള്ളൊരു പ്രവർത്തനവും പാടില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ IPC 377 എന്ന് പറയുന്ന ലൈംഗിക വൈകൃതങ്ങളെ വിരോധിക്കുന്ന നിയമം നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞിട്ടാണ് അത് പൊളിച്ചെഴുതിയത്. അപ്പൊ ആണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നതിനാണ് ഗേ എന്ന് പറയുന്നത്. വലിയൊരു കൗതുകം അതിൻ്റെ ഉടനെയുള്ള ബി എന്ന് പറഞ്ഞ സാധനമാണ്. ബി എന്ന് പറഞ്ഞ ബൈസെക്ഷൽ എന്നുവെച്ചാൽ ആണിനോടും പെണ്ണിനോടും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ആളുകൾ. ഇതെങ്ങനെയാണ് ഈ ഗണത്തിലേക്ക് വരുന്നത്, ന്യൂനപക്ഷമാകുന്നത്? നമുക്ക് ആലോചിക്കണ്ടേ? ഇതാണ് ഇതിന്റെ പൊളിറ്റിക്സ് നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്നത്. ഇവരൊക്കെ പറഞ്ഞു പെരുപ്പിക്കുന്നത് പോലെ ഈ ഗേകൾക്ക് പെണ്ണിനോട് മാത്രമേ സെക്സ് താല്പര്യം വരുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഗേകൾക്ക് ആണിനോടും ലെസ്ബിയൻസിന് പെണ്ണിനോടും മാത്രമേ താല്പര്യം വരുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. ഇവർ പറയുന്നത് അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കുക. ആരും തെറ്റിദ്ധരിക്കരുത്. ഇവർ പറയുന്നത് പ്രകാരം മാത്രം ഗേ എന്ന സാധനത്തിന് ആണിനോട് മാത്രമേ ലൈംഗിക അഭിനിവേശം വരുന്നുള്ളൂ, ലെസ്ബിയൻസിന് പെണ്ണിനോട് മാത്രമേ വരുന്നുള്ളൂ എന്ന് നമ്മൾ വെറുതെ അംഗീകരിച്ചു കൊടുക്കുക. എന്നാലും എന്തിനാണ് ഈ ബൈസെക്ഷലിന് ആണിനോടും ആവാം പെണ്ണിനോടും ആവാം. അങ്ങനെ വരുമ്പോൾ അവൻ പ്രകൃതിപരമായിട്ടുള്ള പെണ്ണിനോടൊപ്പമുള്ള ജീവിതം നയിച്ചൂടെ? ഈ ബൈസെക്ഷലിൽ പെണ്ണും ആണും ഉണ്ടാവും. അതായത് ആണിനോടും പെണ്ണിനോടും താല്പര്യം തോന്നുന്ന ആണും അപ്രകാരം ആണിനോടും പെണ്ണിനോടും താല്പര്യം തോന്നുന്ന പെണ്ണും ബൈസെക്ഷൽ എന്ന് പറയുന്ന വകുപ്പിലാണ് പെടുക. അവർക്ക് അവരുടെ വർഗത്തിനോട് താല്പര്യം വരുന്നുണ്ട്, സെക്സ് സാധ്യമാവുന്നുണ്ട്. എതിർ ജെൻഡറിനോടും അവർക്ക് സെക്സ് സാധ്യമാവുന്നുണ്ട്. അപ്പൊ പ്രകൃതിപരമായി എതിർ ജെൻഡറിനോടുള്ള സെക്സുമായിട്ട് അവർക്ക് മുന്നോട്ട് പോയ പോരെ? പിന്നെ എന്തിനാണ് അവരെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത്? ഈ ഗ്രൂപ്പിലേക്ക് അവരെ ഉൾക്കൊള്ളിക്കുന്നതിന് ലക്ഷ്യമുണ്ട്. യൂറോപ്യന്മാർക്ക് അവർക്ക് തോന്നിയതുപോലെ ജീവിക്കണം. അതിന് 3ാം ലോക രാജ്യങ്ങളിൽ ഒരു വലിയ സെക്സ് കോളനിയാക്കിയിട്ട് അവർക്ക് മാറ്റാൻ കഴിയണം. അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള അധികാരം നിർമ്മിച്ചെടുക്കാൻ 3ാം ലോക രാഷ്ട്രങ്ങളെ അവർ ശക്തമായ രീതിയിൽ കീഴൊതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചറിയാതെ പോകാൻ പാടില്ല നമ്മളും നമ്മുടെ ഭരണാധികാരികളും. അപ്രകാരം തന്നെ ഇതിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എ എന്ന് പറയുന്ന സാധനം, അസെഷ്യൽ. അവർക്ക് സെക്സിനോട് യാതൊരു താല്പര്യമില്ല. അങ്ങനെ ഒരു ഭാഗം ആളുകൾ അപൂർവമായിട്ടുണ്ടാവാം.
സെക്സിനോടൊരു താല്പര്യമില്ലാത്ത ആളുകളെ നമ്മൾ എന്തിനാ ഇത്തരം സംഘടനകളിലേക്ക് വലിച്ചുകൊണ്ടിരുന്നത്? സെക്സിനോട് താല്പര്യമില്ലാത്ത ആളുകൾ അവരുടെ ജീവിതമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ, അവർ കല്യാണം കഴിക്കണ്ട, അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകട്ടെ. എന്തിനാണ് അവരെ ഈ ഒരു വൃത്തികെട്ട സംഘടനയിലേക്ക് വലിച്ചുകൊണ്ടിരുന്നത്? അതുപോലെയുള്ള ചില ആളുകളുടെ പ്രകൃതിപരമായോ മറ്റോ ഉള്ള പരിമിതികളെ മറയാക്കി നിർത്തിയിട്ട് അതിൻ്റെ ചുളിവിലൂടെ നമ്മളീ പറയുന്ന ഗേയും ലെസ്ബിയൻസും കൂടെ എഴുന്നള്ളിച്ച് അതിനും സാമൂഹിക ക്രമത്തിൽ അംഗീകാരം ഉണ്ടാക്കാനുള്ള ഗൂഢമായ പദ്ധതിയാണിത്. അസെക്ഷലിനെ കുറിച്ച് അതൊരു പാവം സാധനമാണ്. അവർക്ക് സെക്സിനോടൊരു താല്പര്യമില്ല. അങ്ങനത്തെ ആളുകളെ വെറുതെ വിടുകയാണ് വേണ്ടത്. അത്തരം ആളുകൾ കല്യാണം കഴിക്കാൻ പാടില്ലെന്നാണ് നിയമം. അതേ പ്രകാരം തന്നെയാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഈ ഹുൻസ എന്ന് നമ്മുടെ കിതാബൊക്കെ പരിചയപ്പെടുത്തുന്ന ഇന്റർസെക്സ്. അത് പ്രകൃതിപരമായി ഉണ്ടാകുന്ന ചില ലൈംഗികമായ ശാരീരിക പ്രശ്നങ്ങളാണ്. അവർക്ക് ചിലപ്പോൾ രണ്ട് ജെൻഡറിൻ്റെയും ലൈംഗിക ഭാഗങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഒന്നുമില്ലാതെ ഈ മൂത്രവും ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരാനുള്ള പഴുതുകൾ മാത്രം ഉണ്ടായിരിക്കും. ഇത് ലക്ഷങ്ങളിൽ ഒന്ന് മാത്രം സംഭവിക്കുന്ന അപൂർവമായ സംഗതിയാണ്. അതിൻ്റെ ബയോളജിക്കൽ വശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പുരുഷന്റെ Y ക്രോമോസോമും സ്ത്രീയുടെ Xും ചേരുമ്പോഴാണ് പെൺകുട്ടി ജനിക്കുന്നത്. അതേപ്രകാരം പുരുഷന്റെ Xും സ്ത്രീയുടെ Xും ചേരുമ്പോൾ പുരുഷന്റെ Y ക്രോമോസോമും സ്ത്രീയുടെ ഉമ്മയുടെ Xും ചേരുമ്പോൾ ആൺകുട്ടി ജനിക്കുന്നു. പുരുഷന്റെ Xും ഉമ്മയുടെ Xും ചേരുമ്പോൾ പെൺകുട്ടി ജനിക്കുന്നു. അപൂർവമായി XXY വരും, YYXും വരും. കണ്ടെത്തിയിടത്തോളം YYYX, XXXY പോലെയുള്ളതും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇന്റർസെക്സ് എന്ന് പറയുന്ന ഹുൻസ എന്ന് നമ്മുടെ കിതാബിൽ പറയുന്ന നപുംസുകം എന്ന് മലയാളത്തിൽ പറയുന്ന ആ മനുഷ്യർ ജനിക്കുന്നത്. അത് ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്. അവരെ ആണായിട്ടും പെണ്ണായിട്ടും ലൈംഗിക ഭാഗങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്. നമ്മുടെ കിതാബുകളിലൊക്കെ അവരാണാണോ പെണ്ണാണോ തിരിച്ചറിയാനുള്ള വിശാലമായ കാര്യങ്ങളും നിബന്ധനകളും പറയുന്നുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ച് പെണ്ണാണെന്നോ ആണാണെന്നോ തീരുമാനിക്കപ്പെട്ടാൽ അതിനോട് യോജിച്ച രീതിയിലുള്ള സർജറി നടത്തി ഈ വ്യക്തിക്ക് ശാരീരികമായി ഉപദ്രവം വരാത്ത അവസ്ഥ നല്ല വിദഗ്ധരായ ഡോക്ടർമാർ പറയുകയാണെങ്കിൽ ചെറിയൊരു സർജറി വഴി അവരെ ആണോ പെണ്ണോ ആക്കിയിട്ട് നിർണ്ണയിക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് രണ്ട് ലൈംഗിക ഭാഗങ്ങളുണ്ട്, പക്ഷെ ഏതാണ് യൂസ്ഫുൾ? ആണിന്റെ ലൈംഗിക ഭാഗമാണ് മൂത്രമൊഴിക്കാനൊക്കെ സംവിധാനമുള്ളതെങ്കിൽ മറ്റുള്ള ആ ഒരു ലൈംഗിക ഭാഗത്തെ ചെറിയൊരു നോർമൽ സർജറി കൊണ്ട് ഇല്ലാതെയാക്കിയിട്ട് ആ വ്യക്തിയെ ആണാക്കാൻ പറ്റും. മറിച്ചും ഇനി രണ്ടിലൂടെയും മൂത്രം വരുന്നുവെങ്കിൽ നമ്മുടെ കിതാബിലൊക്കെ പറയുന്ന മാനദണ്ഡമാണ് ഞാൻ പറയുന്നത്. ഏതിലാണ് മൂത്രമൊഴിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. രണ്ടിലും ഒരേ സമയം സ്റ്റാർട്ട് ചെയ്യുന്നുവെങ്കിൽ ഏതിലാണ് എൻഡ് എന്നാണ് നോക്കേണ്ടത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങൾ വഴി ശാരീരികമായി ചില ആളുകൾക്കൊക്കെ ഇവിടെ വിരലുണ്ടാകുന്നത് പോലെ ഉള്ള ഒരു വൈകല്യം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആപത്ത് സംഭവിക്കില്ലെന്ന് വിദഗ്ധരായ ഡോക്ടർമാർ പറയുകയാണെങ്കിൽ ആ സർജറിയെ മതം അനുകൂലിക്കുന്നു, അനുവദിക്കുന്നു. നേരെ മറിച്ച് ഇതിന്റെ ഇടയിൽ പറയുന്ന ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന T എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ഇന്റർസെക്സ് ആകുന്ന ഹുൻസ പ്രകൃതിപരമായി ഉണ്ടാകുന്ന ലൈംഗികമായ ഈ വിഷയത്തെ പെരുപ്പിച്ചു മുന്നിൽ നിർത്തിയിട്ട് അതിന്റെ ചുളിവിലൂടെ T എന്ന് പറയുന്ന സാധനത്തെ എഴുന്നള്ളിപ്പിക്കാനുള്ള ശ്രമം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്. ട്രാൻസ്ജെൻഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ടീം ആണായി ജനിക്കുന്നു, ആണായി വളരുന്നു. അവരുടെ ലൈംഗിക ഭാഗത്തിനൊന്നും ഒരു തകരാറുമില്ല. മറിച്ചും പെണ്ണിന്റെ കാര്യത്തിൽ ഏതോ പ്രലോഭനം കൊണ്ട് അവർക്ക് തോന്നിപ്പോകുന്നു ഞാൻ പെണ്ണാണ് ആണിന്, ഞാൻ ആണാണ് എന്ന് പെണ്ണിന് തോന്നിപ്പോകുന്നു. ആ പ്രലോഭനത്തെ അതിജയിക്കാനുള്ള ശക്തി നേടുക, അങ്ങനത്തെ തോന്നൽ വരുമ്പോൾ ആവശ്യമായ ചികിത്സ നൽകുക. അവരുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. ഒരു വീട്ടിൽ 10 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം ആൺകുട്ടികളുടെ സംസ്കാരത്തോടു കൂടെ ആയിരിക്കും. സാധാരണഗതിയിൽ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ തല്ലുമ്പോൾ ആ കുട്ടി അങ്ങനെ തല്ലൂല, ഇങ്ങനെ പഞ്ചിയാണ് ചെയ്യുള്ളൂ. സാധാരണഗതിയിൽ പെൺകുട്ടികൾ മാന്തലും പിച്ചലും ഒക്കെ നടത്തുമ്പോൾ ആ കുട്ടി അങ്ങനെ ചെയ്യില്ല, അത് കിക്ക് ചെയ്യാനേ നോക്കുള്ളൂ.
ആണുങ്ങളുടെ വസ്ത്രത്തോട്, ആണുങ്ങളുടെ സംസ്കാരത്തോട് ആ കുട്ടിക്ക് താല്പര്യം വരും, സ്വാഭാവികം. ആ പശ്ചാത്തലത്തിൽ നിന്ന് കുട്ടിയെ മാറ്റി വളർത്തുകയാണ് അതിന് പരിഹാരം. അല്ലാതെ നീ പെണ്ണാണ്, ആണാണ്, ആണിനോട് പെണ്ണാണെന്നോ പെണ്ണിനോട് ആണാണെന്നോ പറഞ്ഞു പൊലിപ്പിച്ചിട്ട് നിത്യമായ ദുരന്തത്തിലേക്ക് അത്തരം മനുഷ്യ മക്കളെ തള്ളിയിടുകയല്ല വേണ്ടത്. ആ കുട്ടികളെ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമുള്ളിടത്ത് വളർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഡീലിങ്ങിൽ ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചാൽ, അവൾക്ക് കൃത്യമായി പെൺവേഷം തന്നെ നമ്മൾ ചെറുപ്പം മുതൽ ധരിപ്പിച്ചു കൊടുത്താൽ, പെണ്ണാണെന്ന ബോധത്തിൽ അവളെ വളർത്തിക്കൊണ്ടുവന്നാൽ, കൺമശിട്ട് കൊടുത്താൽ, ആൺകുട്ടികൾക്ക് ഇടാതെ കൊടുത്താൽ, ആ വ്യത്യാസം പഠിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ആ കുട്ടി സ്വത്വബോധത്തോടെ വളരും. അത് പെൺകുട്ടിയായിട്ട് തന്നെ നിലനിൽക്കും. ഇതിന് വിരുദ്ധമായി ഏതെങ്കിലും പ്രലോഭനം കൊണ്ട് പെണ്ണാണെന്ന് തോന്നുമ്പോൾ ഈ തോന്നലുകൾക്ക് വലിയ പ്രചാരണം നൽകിയിട്ട്, സപ്പോർട്ട് നൽകിയിട്ട് ആ മനുഷ്യരെ നിരന്തരമായിട്ട് സർജറിക്ക് വിധേയരാക്കുന്ന, നിത്യരോഗികളാക്കുന്ന സംസ്കാരത്തെ ന്യായീകരിക്കുന്നു. ഏതിനു മുന്നിൽ വെച്ചിട്ട്? ഇന്റർസെക്സ് എന്ന് പറയുന്ന ഹുൻസയാവുന്ന ഐന മുന്നിൽ വെച്ചിട്ട്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സാധനങ്ങൾക്ക് തീർച്ചയായും അവരുടെ ലൈംഗികമായി പ്രകൃതിപരമായി ലഭ്യമായ എല്ലാ സംഗതികളും വർക്ക്ഫുള്ളാണ്. അതിൻ്റെ അനുഭവങ്ങൾ നിരവധി ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അമേരിക്കയിലെ ഒരു ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആണായിട്ട് ജനിച്ചിരുന്നു, പിന്നീട് പെണ്ണാവാൻ തോന്നി, അങ്ങനെ പെണ്ണായിട്ട് മാറി ചില സർജറികളൊക്കെ നടന്നു. 10-14 സർജറി വേണം, 40 ലക്ഷം രൂപ വേണം. ഇതിന് പണം സ്വരൂപൂട്ടാനാണ് നേരം വെളുക്കോളം അവർ കസ്റ്റമറെ കാത്തു നിൽക്കുന്നത്. ഞാൻ ആ ഭാഗം വിശദീകരിക്കണില്ല. നല്ല കുടുംബത്തിൽ പറന്ന് നല്ലവരായി ജീവിക്കേണ്ട മനുഷ്യർ, നല്ല ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ട ആളുകൾ നേരം വെളുക്കുവോളം കസ്റ്റമേഴ്സിനെ കണ്ട് വിലപേശിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? തുടർച്ചയായി സർജറികൾ വേണം അവർ വിചാരിച്ച രൂപത്തിലേക്ക് അവരുടെ ശരീരത്തെ മാറ്റാൻ. അതവർ തുറന്നു പറയുന്നുണ്ട്. ചില ട്രാൻസ് വുമൺസിന്റെ ഒക്കെ ഇന്റർവ്യൂകൾ നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. ശിഖണ്ഡിയിൽ നിന്ന് ശിഖയിലേക്ക് എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കാണാനില്ല. 24 മണിക്കൂറുള്ള ട്രാൻസ് വുമണിന്റെ ഇന്റർവ്യൂ. അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് സർജറിക്ക് നന്നായിട്ട് കാശ് വേണമെന്ന്. അവരുടെ ഒരു നിഗൂഢമായ സംഘടന ഉണ്ട്. അമ്മയാണ് അതിൽ പ്രധാനപ്പെട്ടയാൾ. ഓരോരുത്തർക്കും അമ്മമാരുണ്ടാകും. കിട്ടുന്ന കാശ് യാചിച്ചും സെക്സ് വർക്ക് നടത്തിയും കിട്ടുന്ന കാശ് മൊത്തം അമ്മയെ ഏൽപ്പിക്കണം. ഞാനീ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറയുന്ന ആ സ്ത്രീ പോലെയുള്ള ട്രാൻസ് വുമൺ പറയുന്നത്, ഞാൻ 2-3 സർജറിക്ക് ആവശ്യമായ പണമൊക്കെ കൊടുത്തിട്ടും അതെല്ലാം അമ്മ മുക്കിക്കളഞ്ഞു എന്നാണ്. അവസാനം സ്വന്തമായി ഞാനത് സ്വരൂപൂട്ടി സർജറികളിലേക്ക് കടന്നു എന്നാണ്. ഡൗൺ സർജറിയും അപ്പർ സർജറിയുമായിട്ട് 10-14 സർജറികൾ. അതിൻ്റെ 1.5 വർഷം 2 വർഷം മുന്നേ മുതൽ തുടങ്ങേണ്ട ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ മാസത്തിൽ എന്ന് വെച്ചാൽ പുരുഷ ശരീരത്തിൽ പുരുഷ ഹോർമോണാണ് വരിക. അതിനെ ഓവർകം ചെയ്യും വിധം സ്ത്രീ ഹോർമോൺ കുത്തിവെച്ചുകൊണ്ടേയിരിക്കണം. ഇനി സർജറികളൊക്കെ കഴിഞ്ഞാലോ എല്ലാ മാസവും കൃത്യമായ ഇടവേളകളിൽ ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തണം. വലിയ ചെലവാണതിന്. ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ അതുവരെ സർജറി നടത്തി അവർ നിർമ്മിച്ചു വെച്ച ശരീരത്തിലെ എതിർ ജെൻഡറിന്റെ ഭാഗങ്ങളെല്ലാം ചുങ്ങി വരും. എന്നുവെച്ചാൽ ഒറിജിനൽ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിനെ മൂടും വിധത്തിൽ കൃത്രിമമായ എതിർ ജെൻഡറിന്റെ ഹോർമോൺ കുത്തിവെക്കുന്നില്ലെങ്കിൽ ശരീരം ചുങ്ങും. അവരിതുവരെ നിർമ്മിച്ചു വെച്ചതൊക്കെ ബാത്തിലായി പോകും. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ മരിക്കുവോളം ഇത് ചെയ്യണം. അതിൻ്റെ ഒക്കെ പുറമെ ശാസ്ത്രം ഇത്രമേൽ വികസിച്ചിട്ടും പൂർണ്ണമായി സ്ത്രീയോ പുരുഷനായി മാറാൻ എതിർ ജെൻഡറിന് സാധ്യമേ അല്ല. അവർക്ക് പിന്നീട് സുഖകരമായ സെക്സ് സാധ്യമല്ല. അവർക്ക് പ്രസവിക്കാൻ കഴിയില്ല. അവർക്ക് മെൻസസ് വരില്ല. പെണ്ണിന്റെ രൂപത്തിലായിരിക്കും എന്നല്ലാതെ അവർക്ക് മെൻസസ് വരില്ല. അവർക്ക് ഗർഭപാത്രമില്ല, സർവിക്സ് ഇല്ല. ശരീരത്തിൽ ഒരർത്ഥത്തിലും പെണ്ണിനോട് യോജിക്കാത്ത വിധമുള്ള ഹോർമോണുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. പിന്നെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഗംഭീരമായ പോരാട്ടം. ശരീരം പുരുഷ രീതി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പല കൃത്രിമങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കണം. അവർക്ക് സെക്സ് പോലും സാധ്യമല്ലെന്നും പിന്നെ ഗംഭീരമായ വേദന കൊണ്ട് അവർ കഷ്ടപ്പെടുമെന്നും പല ആത്മഹത്യ കുറിപ്പുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സെലിബ്രിറ്റികളായ പല ട്രാൻസ് വുമൺസും ആത്മഹത്യ ചെയ്യുന്നത് നിത്യവാർത്തയാണ്. അവരെഴുതി വെക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് ശക്തമായ വേദന സഹിക്കാൻ വയ്യാന്നാണ്.
പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച ഒരു ട്രാൻസ് വുമൺ അവരെഴുതി വെച്ച വളരെ ദുഃഖകരമായൊരു കാര്യമുണ്ട്. എന്തിനാ ആത്മഹത്യയെ തെരഞ്ഞെടുത്തത്? അവർക്ക് ഡെയിലി 18 മെൻസസ് പാഡ് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാണ്. ആണുങ്ങളാവുന്ന നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. 8 മണിക്കൂറുള്ള ബ്ലീഡിങ് കൃത്യമായി ക്യാച്ച് ചെയ്യുന്നൊരു സാധനമാണ് ഈ മെൻസസ് പാഡ് എന്ന് പറയുന്നത്. 8 മണിക്കൂർ. അങ്ങനെയാണ് അത് ധരിച്ചിട്ട് പുറത്തിറങ്ങുന്നതും കോളേജിൽ പോകുന്നതും ജോലിക്ക് പോകുന്നതും ഒക്കെ. 8 മണിക്കൂറുള്ള ലീക്കേജ് പിടിച്ചു വെക്കുന്ന ഈ സാധനം ഡെയിലി 18 എണ്ണം മാറ്റേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്രമേൽ മാരകമായ ബ്ലീഡിംഗ് ആണ് ആ ശരീരം സഹിച്ചത്. എത്ര മാരകം! പ്രത്യേകിച്ച് മെൻസസിന്റെ 1-2 ദിവസങ്ങളിൽ ഓവർഫ്ലോ ആയിരിക്കും. അന്നാണ് പെണ്ണിന് വല്ലാതെ വേദന ഉണ്ടാകുക, ചുരുണ്ട് കിടക്കുക, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുക, തലവേദന ഉണ്ടാവില്ല. അസമയത്തുള്ള ഗംഭീരമായ ബ്ലീഡിങ് പോലും 8 മണിക്കൂറോളം ക്യാച്ച് ചെയ്യുന്ന ഈ മെൻസസ് പാഡുകൾ ഡെയിലി 18 എണ്ണം യൂസ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആണിൻ്റെ ലൈംഗികമായ വെപ്പൺസ് എല്ലാം കൃത്യമായി ഉണ്ടായിരുന്ന ഒരു ശരീരത്തെ മാരകമായ സർജറികൾ നടത്തി ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പേരാണ് ട്രാൻസ് ജെൻഡർ സംസ്കാരം. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ ഇന്റർസെക്സിനെ മുന്നിൽ വെക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബൈസെക്ഷലിനെ മറക്കരുത്. ആണാവുന്ന ബൈസെക്ഷൽ വ്യക്തിക്ക് പെണ്ണിനോട് ലൈംഗിക വൃത്തിക്ക് താല്പര്യം വരും. അത് അവന് നിർവഹിക്കാനും പറ്റും, അതനുസരിച്ച് ജീവിക്കാനും പറ്റും. പിന്നെന്തിനാണ് അവൻ ഒരു ആണിനെ കൂടെ സപ്പോർട്ടായി വെക്കുന്നത്? മറിച്ചും ബൈസെക്ഷലാകുന്ന ഒരു പെണ്ണിന് എതിർ ജെൻഡറാകുന്ന ആണുമായി സെക്സ് സാധ്യമാണ്. അവൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാണ് അവൾ ഒരു പെണ്ണിനെ കൂടെ ഒപ്പം കൂട്ടുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിവിധങ്ങളായ നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണിത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ നടനൊക്കെ പ്രത്യേകിച്ച് ആക്രോശിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ച ഇതിലെ ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ സംസ്കാരത്തെ കുറിച്ച് മാത്രം സംസാരിക്കാം. അത് പ്രകൃതിപരമെന്നാണ് ചില പ്രചാരണങ്ങൾ. സത്യം പറഞ്ഞാൽ അത് പ്രകൃതിപരമേ അല്ല എന്നതിൻ്റെ അധികം ശാസ്ത്രീയമായ തെളിവുകളിലേക്ക് പോവാതെ നമ്മുടെ മനസ്സുകൊണ്ട് മാത്രം ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന കുറേ തെളിവുകളുണ്ട്. ഒന്നാമതായി, മനുഷ്യ സെക്സിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം, അതിൻ്റെ ബയോളജിക്കലായ ഏറ്റവും വലിയ ലക്ഷ്യം ഈ വംശപരമ്പര നിലനിൽക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ഇതിലേക്ക് ആകർഷണം എല്ലാ ജീവിവർഗങ്ങൾക്കും റബ്ബ് തആല നൽകുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഏത് സ്പീഷീസും അതോടുകൂടി അവസാനിക്കും. ഇവർ പറയുന്നത് പോലെ ഈ ലെസ്ബിയൻ ഗേ ബന്ധങ്ങൾ പ്രകൃതിപരവും അതാണ് ഏറ്റവും കൂടുതൽ മനോഹരവും ലോകം മൊത്തം അംഗീകരിച്ച രീതിയും ഒക്കെ അതാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക. എല്ലാ പുരുഷന്മാരുമായി ലൈംഗിക ജീവിതം നയിക്കുന്നു. എല്ലാ സ്ത്രീകളുമായി ലൈംഗിക ജീവിതവും നയിക്കുന്നു. അവരൊക്കെ വീട്ടിൽ കയറ്റാൻ കുറേ സെലിബ്രിറ്റികൾ കയ്യും പൊക്കി കാത്തിരിക്കുന്നു. ലോകത്ത് മനുഷ്യരെന്ന് പറയുന്ന വർഗം ഈ തലമുറയോടുകൂടെ നശിച്ചു പോയില്ലേ? പിന്നെ എങ്ങനെ ഇത് പ്രകൃതിപരമാകുക? മനുഷ്യരെന്ന് പറയുന്ന സംവിധാനം ലോകത്ത് നിന്ന് ഈ ഒരു തലമുറയോടുകൂടെ നശിച്ചു പോകും. ആണിനോടൊപ്പം സെക്സ് നടത്താൻ സാധ്യമാവുമെങ്കിൽ അത് സെക്സിൽ ഒതുങ്ങും. സെക്സ് കൊണ്ട് പ്രകൃതി ഉദ്ദേശിക്കുന്ന പ്രത്യുൽപാദനം എന്ന് പറയുന്ന മൗലികമായ ലക്ഷ്യം അതോടുകൂടെ അവസാനിക്കും. പിന്നെ എങ്ങനെ ഇത് പ്രകൃതിപരമാകുന്നത്? ഒന്ന്. രണ്ടാമതായി ഞാൻ നേരത്തെ പറഞ്ഞു, സെക്സ് സാധ്യമാകുന്നത് എതിർലിംഗങ്ങൾ തമ്മിലാണ് പ്രകൃതിപരമായി. അതിന് വിരുദ്ധമായി നമ്മൾ സെക്സിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ അനർത്ഥങ്ങളായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. വിസ്തരിച്ച് പറയാൻ എൻ്റെ മുന്നിൽ സമയമല്ല. ലോകത്താദ്യമായി എയ്ഡ്സ് കണ്ടുപിടിക്കുന്നത് ഗേകളിലാണ്. അമേരിക്കയിൽ 5 ഗേകളിൽ. എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗത്തെക്കുറിച്ച് നമുക്കറിയാം. കണ്ടെത്തിയിട്ട് 10 വർഷങ്ങൾ കുറേയായി. 1965 66 അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണായിരുന്നു. അത്ര മുന്നേ കണ്ടുപിടിച്ചിട്ടും ഇതുവരെയും അതിന് എഫക്റ്റീവായൊരു ഔഷധം കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കില്ലെന്നൊന്നും എനിക്ക് യാതൊരു വിധവാദവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏത് രോഗത്തിനും അള്ളാഹു ഔഷധം അവതരിപ്പിച്ചിട്ടുണ്ടെന്ന്. അത് കണ്ടെത്തുന്നതിൽ കാലതാമസം വരുന്നത് നമ്മുടെയൊക്കെ അന്വേഷണ കുറവുകൊണ്ടാണ്.
കണ്ടെത്തിയേക്കും. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ എയ്ഡ്സിന് മരുന്നില്ല. 10 വർഷം മിഞ്ചിഞ്ചായി മരിക്കുകയാണ് എയ്ഡ്സ് രോഗി. അറ്റാക്കൊക്കെ വന്ന എന്തിനാണെന്നറിയാതെ മരിച്ചു. മരണത്തിന്റെ അധികമായ ദുരന്തങ്ങളൊന്നും ഉണ്ടാവില്ല. ക്യാൻസർ വന്നാലും ഡോക്ടറൊക്കെ, വിദഗ്ധനായ ഡോക്ടർ ഇത്ര സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, ഇത്ര ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞു കൊടുക്കും. വല്ലാതൊന്നും തെറ്റാതെ സംഭവിക്കുന്നത് നമ്മുടെ അനുഭവമാണ്. നേരെ മറിച്ച് എയ്ഡ്സോ 10 വർഷത്തിലേറെ നീണ്ടു നിൽക്കും. രോഗിയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം താറുമാറാകും. എല്ലാവിധ ഈ പാൻഡമിക് രോഗങ്ങൾ, പകർച്ചവ്യാധി രോഗങ്ങളും അവരെ പിടികൂടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധിയായി TB എന്ന് പറയുന്ന ക്ഷയം പിടിക്കും. ചുമച്ച് സാധു വളഞ്ഞു നിൽക്കും. അവന്റെ എല്ലുകളൊക്കെ പൊന്തും. വലിയ കുഴിയിൽ പോകും കണ്ണുകൾ. ഇവിടെ ഈ തൊണ്ടക്കുഴിയിൽ വലിയ ഭീകരമായ കുഴിയുണ്ടാകും. വയറൊട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. കൈകാലുകൾ ഈ വണ്ണത്തിലേക്ക് മാറും. അങ്ങനെ ദുരന്തം സഹിച്ച് ദുരിതപൂർണമായ 10-11 വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ മരണപ്പെടുന്നു. ഈ ഒരു രോഗം ലോകത്ത് ആദ്യമായി ഉണ്ടാകുന്നത് സ്വവർഗ പ്രേമികളിലാണ്. ഇന്നും അമേരിക്കൻ എയ്ഡ്സ് രോഗികളിൽ 75%-ലേറെയും ഗേകളാണ്, ലെസ്ബിയൻസ് ആണ്. ഏറ്റവും പുതിയ കണക്കാണ് ഞാൻ പറയണത്. അപ്പോ നമുക്കിങ്ങനെ തോന്നും 25% നല്ല പ്രകൃതിപരമായ ലൈംഗികതയൊക്കെ നടത്തുന്ന ആളുകളിൽ നിന്നല്ലേ എന്ന്. തെറ്റിദ്ധരിക്കരുത്, അല്ല. അമേരിക്കൻ ജനസംഖ്യയിൽ 2% മാത്രമാണ് ഗേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളവർ. ഞങ്ങൾ ഗേ ജീവിതം നയിക്കുകയാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് രേഖയിലാക്കിയത് 2%. അമേരിക്കൻ ജനസംഖ്യയിൽ 2% നിന്ന് വരുന്നു 75% എയ്ഡ്സ് രോഗികൾ. ബാക്കിയുള്ള 25% ഐഡന്റിഫൈ ചെയ്യാത്ത 98% ഗേകൾ അവിടെ വേറുണ്ട്. ഈ ഒരു കണക്ക് വെച്ച് എങ്ങനെയാണ് നമ്മൾ ഇത്തരം പ്രകൃതി വിരുദ്ധമായ ഏർപ്പാടുകൾ ശരിയാണെന്നും പ്രകൃതിപരമാണെന്നും പറയുന്നത്? ലോകം ഇത് അംഗീകരിച്ചു എന്ന് എങ്ങനെയാണ് ഒരു സെലിബ്രിറ്റിക്ക് വിളിച്ചു കൂവാനും അതിനെ എതിർക്കുന്ന സ്വരങ്ങളെ ആക്രോശിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്നും പറഞ്ഞിട്ട് എതിർക്കാൻ കഴിയുന്നത്? എല്ലാവരും ഇത്തരം പോയത്തങ്ങളുടെയും പോയത്തം പ്രചരിപ്പിക്കാനുള്ള ആഗോള വ്യാപകമായ ഗൂഢാലോചനകളുടെയും ഇടയിൽ കുടുങ്ങിപ്പോകാൻ പാടുണ്ടോ? ആരെങ്കിലുമൊക്കെ അത് തിരുത്തേണ്ടതില്ലേ? ഇനിയും നമുക്കതിൻ്റെ ശാസ്ത്രീയമായ സംഗതികൾ അങ്ങനെ പരിശോധിച്ച് നോക്കാം. മുമ്പങ്ങാണ്ടൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഗേകളുള്ളത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. സാൻ ഫ്രാൻസിസ്കോയെ കുറിച്ച് പറയുന്നത് തന്നെ ക്യാപിറ്റൽ ഓഫ് ഗേസ് എന്നാണ്. ഇങ്ങനത്തെ വൃത്തികേട് ചെയ്ത് നടക്കുന്നവരുടെ തലസ്ഥാനം. അവിടെയുള്ള പ്രാദേശിക ഗവൺമെന്റ് ഭരണകൂടം ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഡയപ്പർ സംസ്കരിക്കാനാണെന്നാണ്. ഇങ്ങനത്തെ ഒരു ആത്മീയ ക്ലാസ്സിൽ എന്തേ ഡയപ്പറിന്റെ പ്രസക്തി? ചെറിയ രീതിയിൽ ഞാൻ വിശദീകരിക്കാം. ഗേ ആയി ജീവിക്കുന്ന ആളുകൾക്കൊക്കെയും അവരുടെ മോഷൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം അവരുടെ ഈ വിസർജന ഭാഗം തകർന്ന് തരിപ്പണായിട്ടുണ്ടാകുന്നു. അതൊരു പ്രത്യേകമായ നിർമ്മിതിയാണ്. പടച്ച റബ്ബ് അതൊരു വലിയ അനുഗ്രഹമായി മനുഷ്യന് നൽകിയതാണ്. നമ്മളാരും വിസർജനം കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് ആ ഭാഗം ഒട്ടിച്ചു വെക്കാറില്ല. പക്ഷെ ഇത്തിരി ലീക്കേജ് വരില്ല. നമ്മളാരും അവിടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങൾ വെക്കാറില്ല, ടാപ്പൊട്ടിക്കാറില്ല. പക്ഷെ ഒരു തുള്ളി പോലും ലീക്കേജ് ഇല്ല. ശരിക്കും അതിന്റെ പ്രകൃതം മനസ്സിലാക്കണം. മുകളിൽ ടാങ്കിൽ നിറച്ച് മാലിന്യമാണ്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഏതെങ്കിലും സിങ്കിൽ നിന്ന് പോകുന്ന പൈപ്പിൽ ഒരു ചെറിയ ശുശരം വന്നാൽ അവിടെ ഒന്നിച്ച് മാലിന്യം വരും. അവിടെ ഇങ്ങനെ നൊരഞ്ഞു പൊതഞ്ഞു നിൽക്കും. അടിയിലൂടെ മാലിന്യം പോകുമ്പോഴും മുകളിൽ നൊരയ്ക്കും. ഇത് മുകളിൽ വലിയ മാലിന്യത്തിന്റെ ടാങ്ക് വെച്ചിട്ടും അതിന്റെ പൈപ്പ് അടിവരെ നിന്നിട്ടും അവിടെ പ്രത്യേകിച്ചൊന്നും സംവിധാനം വെക്കാതെ അടച്ചു വെക്കാതെ ഇരുന്നിട്ടും അതിൽ നിന്ന് ഇത്തിരി പോലും സാധാരണഗതിയിൽ ലീക്കേജ് വരില്ല. അതിനങ്ങനെയുള്ളൊരു പ്രത്യേകമായ കഴിവുണ്ട്. അത് തകരുന്നു, അതിൻ്റെ നൈസർഗികത ഇല്ലാതെയാകുന്നു. അതോടുകൂടെ ഒന്നിച്ച് ഈ മോഷൻ പുറത്തേക്ക് നിയന്ത്രണമില്ലാതെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലെ ഗേകൾ അല്ലെങ്കിൽ ലോകത്ത് എവിടെയുമുള്ള ഗേകൾ ഡയപ്പർ ധരിച്ചാണ് പുറത്തിറങ്ങുന്നത്. അതിൽ മാലിന്യം കൂടുന്ന സമയത്ത് അവരത് ഉപേക്ഷിക്കും. ഓഫീസുകളിലും പരിസരങ്ങളിലും ഇത് സംസ്കരിക്കാനാണ് പ്രാദേശിക ഭരണകൂടം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നതെന്ന്. ഇതാണ് പ്രകൃതിപരം. ഇതാണോ പ്രകൃതിയോട് യോജിച്ചത്?
അതിൻ്റെ പുറമെ ആ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ, ഗുദാർബുദം ഇവരുടെ മുന്നിൽ വലിയൊരു ഭീഷണിയാണ്. എങ്ങനെയാണ് ഇത് പ്രകൃതിപരമാകുന്നത്? വേറെയും കുറേ ആരോഗ്യ കണക്കുകൾ നമ്മൾ പറയണോ? മങ്കി പോക്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. നമ്മുടെ കൊച്ചിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ഈ വ്യാപനത്വം കുറവായതുകൊണ്ട് നമ്മുടെ അടുത്തേക്കൊന്നും വന്നില്ല. ഇവിടെ ഒന്നും അടച്ചുപൂട്ടേണ്ടി വന്നില്ല. പള്ളികളിൽ ജുമാ മുടങ്ങിയില്ല. ഈ സാധനം വ്യാപകമായ 16 രാജ്യങ്ങളെ കുറിച്ച് ലോകാരോഗ്യ സംഘടന ഒരു പഠനം നടത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം മങ്കി പോക്സ് എന്ന് പറയുന്ന കുരങ്ങു വസൂരി, ഈ ശരീരം സ്പർശിക്കുന്നിടത്തൊക്കെ വലിയ കുമിളകൾ വന്ന് രോഗി മരിച്ചു പോകുന്ന ആ ഒരു അസുഖം വ്യാപകമായ 16 രാജ്യങ്ങളെ കുറിച്ച് ലോകാരോഗ്യ സംഘടന നടത്തിയ പഠനങ്ങളിൽ 98% മങ്കി പോക്സ് രോഗികളും ഗേകളായിരുന്നു, ബൈസെക്ഷലായിരുന്നു, ലെസ്ബിയൻസ് ആയിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇതെങ്ങനെ പ്രകൃതിപരമാകുന്നത്? ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏകദേശം കുറെ മൃഗങ്ങളിലൊക്കെ സ്വർഗ ലൈംഗികത ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത്. സത്യത്തിൽ പശു ചിലപ്പോൾ പശുവിന്റെ മേലെ കയറും, കാള ചിലപ്പോൾ കാളയുടെ മുകളിൽ കയറും, ഒരൊറ്റ കയറ്റം മാത്രം. ഇതെന്തിനാണ്? അവരുടെ മതിസമയമായി എന്ന് തെളിയിക്കാനാണെന്നാണ് അത് സംബന്ധമായ പഠനങ്ങൾ. അല്ലാതെ ലോകത്ത് ഒരു ജന്തുവും അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ജന്തുവിനെ, അതേ ജെൻഡറിൽപ്പെട്ട മറ്റൊരു ജന്തുവിനെ ഇണയായി കൊണ്ടു നടക്കുന്നേയില്ല. ഇനി ജന്തുക്കളുടെ രീതി അതാണെങ്കിൽ അത് വെച്ച് പ്രകൃതി മനുഷ്യൻ്റെതും തീരുമാനിക്കണം എന്ന് വെക്കുമ്പോൾ ജന്തുക്കൾ ആശുപത്രി പോകാറില്ല, മനുഷ്യരും പോകില്ല എന്ന് വരുമോ? ജന്തുക്കൾ ഒരിക്കലും വേവിച്ച ഭക്ഷണം അതിനുവേണ്ടി സംവിധാനിച്ച് കഴിക്കാറില്ല. അങ്ങനെ വേണോ ഇനി മനുഷ്യൻ? ജന്തുക്കളാരും ഡ്രസ്സ് ധരിക്കാറില്ല, അതാണ് പ്രകൃതിപരെന്നും പറഞ്ഞിട്ട് മനുഷ്യൻ അങ്ങനെ ചെയ്യണോ? 140ഓളം ജന്തുവർഗങ്ങളിൽ പ്രസവിച്ച ഉടനെ തള്ള ജന്തു കുഞ്ഞിനെ തിന്നുന്ന സംസ്കാരമുണ്ട്. മനുഷ്യനും അത് ചെയ്യണോ? നമ്മുടെ പൂച്ചയിൽ മുതൽ മുയലിൽ മുതൽ പല ജീവികളിലും പ്രസവിച്ച ഉടനെ സ്വന്തം കുഞ്ഞിനെ തിന്നുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. അതാണ് പ്രകൃതിപരെന്നും പറഞ്ഞിട്ട് മനുഷ്യൻ അത് ചെയ്യണോ? ഇങ്ങനെ വൃത്തികേടുകളെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം കുറേ ആളുകൾ രംഗത്ത് വരിക, അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും എതിർസ്വരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ആശ്വാസം. സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾ ഞാൻ ഇനി അങ്ങനെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എന്ത് പറയണം? എന്ന് ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, എല്ലാ മതക്കാരിലും ഇത്തരം ലെസ്ബിയൻസ് ദമ്പതികളുണ്ട്, കപ്പിൾസ് ഉണ്ട്. അതേ പ്രകാരം തന്നെ ഗേ കപ്പിൾസ് ഉണ്ട്. പക്ഷെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഗേകളിലാണെങ്കിലും അതേ പ്രകാരം ലെസ്ബിയൻസിലാണെങ്കിലും ജോഡി മുസ്ലിം ജോഡിയാണ്. ഇപ്പൊ ഈ നടൻ ആക്രോശിക്കാൻ കാരണമായ ആ ഒരു ലെസ്ബിയൻ കപ്പിൾസ് പോലും രണ്ടും മുസ്ലിം പേരുള്ളവരാണ്. അതേ പ്രകാരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗേ കപ്പിൾസ് ഉണ്ട്. മുസ്ലിം ജോഡിക്ക് വലിയ പ്രാധാന്യവും പ്രചാരണവും ലഭിക്കുന്നത് എന്തിനാണ്? ലിബറലിസം കേറി മയഞ്ഞ് പല മതങ്ങളും മൗലികതയിൽ നിന്ന് മാറി എല്ലാ തോന്നിവാസത്തിനോടും ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും തോന്നിവാസങ്ങളെ തോന്നിവാസങ്ങളായി നിർവചിക്കുകയും അതിൽ നിന്ന് വിരുദ്ധമായി നിലകൊള്ളുകയും ചെയ്യുന്ന സമൂഹമാണ് മുസ്ലിങ്ങൾ. മദ്യപിക്കുന്നവർ കൂട്ടത്തിലുണ്ടാകും, പക്ഷെ മദ്യം അനുവദിക്കുന്ന മുസ്ലിം സൊസൈറ്റി ഇല്ല. വ്യഭിചരിക്കുന്നവരുണ്ടാകും, പക്ഷെ ഏതെങ്കിലും തലത്തിൽ വ്യഭിചാരം അനുവദനീയമാണെന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് പോലും അതൊരു തെറ്റാണെന്ന ബോധത്തിലും കുറ്റബോധത്തിലുമാണ് അവർ അതിലേക്ക് ദൃഷ്ടരാവുന്നത്. നേരെ മറ്റ് സമൂഹങ്ങൾ അങ്ങനല്ല. ഞാനങ്ങോട്ട് കടന്നു വരുന്നുണ്ട് സമാനാനുസരണം. അങ്ങനെ വരുമ്പോ ഇതാണ് സ്വാതന്ത്ര്യം എന്ന് മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ മറ്റു മുസ്ലിം പെൺകുട്ടികൾ പുറത്തിറങ്ങി വരണം, അവരും ലെസ്ബിയൻസ് ആവണം. മുസ്ലിം ആൺകുട്ടികളോട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കണ്ടില്ലേ, ഇവനും എത്ര മനോഹരമായിട്ടാണ് ജീവിക്കണത് എന്ന്. എന്ത് മനോഹരം! അവരുടെ ജീവിതത്തിൽ എന്ത് സൗന്ദര്യമാണുള്ളത്! പ്രകൃതിപരമായിട്ട് തന്നെ പുരുഷ ശരീരവും കൂടിച്ചേരുന്നത് അരോചകമാണ്. അതിൻ്റെ ശാസ്ത്രീയ സംഗതികളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക,
ഈ വൃത്തികേടുകളെ മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് മാതൃകകൾ സൃഷ്ടിച്ച് ഈ സൊസൈറ്റിയിലേക്ക് കുത്തിക്കയറ്റാനും ഇടിച്ചു കയറ്റാനുമുള്ള വ്യാപകമായ ശ്രമങ്ങൾ, അതിൻ്റെ അവര് വിജയിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ധാർമ്മികമായി സംസ്കൃതമായൊരു കുടുംബം, അവിടുത്തെ ജ്യേഷ്ഠനും അവിടുത്തെ പിതാവുമൊക്കെ, ആ കുടുംബത്തിലെ നായകന്മാരെല്ലാവരും മുസ്ലിം പണ്ഡിതന്മാർ കൂടെയാണ്. അതിലെ ഇളം തലമുറയിൽപ്പെട്ട ഒരുത്തന് ഗേ ആക്കാൻ പറ്റും വിധം ഈ സമൂഹ മനഃശാസ്ത്രം രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇത് പലർക്കും പറ്റില്ല എന്ന് നമുക്കറിയാം. എല്ലാവരും ഇതിനെതിരെ ഉറഞ്ഞു തുള്ളും എന്നുള്ളതും അറിയാം. ക്ലിപ്പുകൾ മുറിഞ്ഞുകൊണ്ടേയിരിക്കും എന്നതും അറിയാം. എന്ന് കരുതിയിട്ട് സമൂഹത്തോട് വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറയേണ്ടതില്ലേ? മതപരമായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? പരിശുദ്ധ ഖുർആൻ ഏറ്റവും മനോഹരമായി ഈ കാര്യത്തെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഒരു സമൂഹത്തെ തന്നെയും പാടെ നശിപ്പിക്കാൻ മാത്രം മാരകമാണ് ഇതെന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിതരായിരുന്ന സമൂഹം അന്ന് അതിന്റെ മുന്നേ വ്യാപകമായിട്ടോ ഇല്ലാതിരുന്ന ആ ഒരു രീതിയെ അവർ പിന്തുടരുന്നു. അതുകൊണ്ട് നിരന്തരമായി അവരോട് ദഅവത്ത് നടത്തി മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബിയെ നിങ്ങൾ സ്മരിക്കണം. ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിഷ. അദ്ദേഹം തന്റെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങൾ വൃത്തികേട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തഅതൂനൽ ഫാഹിഷ, ഖുർആന്റെ ഭാഷ അതാണ്. ലെസ്ബിയൻ ഗേ ബന്ധങ്ങളെ കുറിച്ച് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിക്കുന്നത് ഇതാണ്: വൃത്തികേട്, ഫാഹിഷത്ത്. ഫാഹിഷത്തിന് നിങ്ങൾ ചെന്നുകൊണ്ടേയിരിക്കുന്നു. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ഇതിന്റെ മുന്നേ ഒരു സമൂഹവും ഇത് ചെയ്തിട്ടില്ല. അങ്ങനത്തെ വൃത്തികേടിലേക്ക് നിങ്ങൾ ചെല്ലുന്നു. നിങ്ങൾ ആണുങ്ങളെ സമീപിക്കുന്നു, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നക്കും ലതഅതൂനർ റിജാൽ. നിങ്ങൾ പുരുഷന്മാരെയാണ് ലൈംഗികമായ ആസ്വാദനത്തിന് സമീപിക്കുന്നത്. അള്ളാഹു അനുവദിച്ചു തന്ന എതിർ ജെൻഡർ എന്ന് പറയുന്ന സുതാര്യമായ പ്രകൃതിപരമായ രീതിയെ നിങ്ങൾ മുറിച്ചു കളയുന്നു. നിങ്ങളുടെ ക്ലബ്ബുകളിലും നിങ്ങളുടെ സദസ്സുകളിലും നിങ്ങൾ വൃത്തികേട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഫമാകാന ജവാബ ഖൗമിഹി ഇല്ലാ ഖാലു ഉത്തിനാ ബിഅദാബില്ലാഹി ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. ആ സമൂഹം അത് അംഗീകരിക്കാൻ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, നീ വാഗ്ദാനം ചെയ്യുന്ന ആ അദാബ് ഒന്നോട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വേറെ കുറെ ആളുകൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഈ ലൂത്തിനെ അങ്ങോട്ട് ശരിയാക്കി കളയാം, എറിഞ്ഞു കൊല്ലാം. എന്താ വെച്ചാൽ അദ്ദേഹം നല്ലൊരു ശുദ്ധ മനുഷ്യനാകുന്നു, അദ്ദേഹം നല്ല ശുദ്ധനാകുന്നു, അത്ര ശുദ്ധന്മാരൊന്നും ഇവിടെ ജീവിക്കേണ്ടെന്ന് അവർ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ഇത്ര കൃത്യമായി പറയുന്നൊരു വൃത്തികേടാണ് ഈ സംഭവം. അതുകൊണ്ട് മുസ്ലിം സമൂഹം അതിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, പല ആദർശങ്ങളെയും ലിബറൽ സ്വാധീനം വല്ലാതെ കീഴ്പ്പെടുത്തി. അതിന്റെ ഭാഗമായി അവർ ഇത്തരം വൃത്തികേടുകളെ നിയമമാക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഏർപ്പെടുത്തി. ഇതിന്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ അവസാന കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു വിധി ലെസ്ബിയൻ ഗേ ബന്ധങ്ങളിൽ നമ്മളാരും ഇത് വിട്ടുനിൽക്കരുത് എന്നാണ്. അദ്ദേഹം എല്ലാ കർദിനാൾമാർക്കും നിർദ്ദേശം കൊടുത്തു, കീഴ്ഘടകങ്ങളിലേക്ക് മെസ്സേജ് കൊടുക്കാൻ. ഏതൊക്കെ ഇടവകകളിൽ ഏതൊക്കെ പള്ളി സംവിധാനങ്ങളിൽ കല്യാണം നടക്കുന്നോ അവിടെ ലെസ്ബിയൻ ഗേ വിവാഹങ്ങൾക്ക് കൂടെ പ്രാധാന്യം കൊടുക്കണം എന്ന്, അച്ഛൻ പോകണം എന്ന്, അവരനുഗ്രഹിച്ച് കുർബാന നടത്തി കൊടുക്കണം എന്ന്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിബറലിസത്തിന്റെ ശക്തമായ സ്വാധീനം ഒരു മതത്തെ തോൽപ്പിച്ചു കളയുന്നതാണ്. ലേവ്യർ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് ഞാൻ ചിലത് വായിക്കാം. സ്ത്രീയോടെന്നതുപോലെ പുരുഷനോടൊപ്പം നീ ശയിക്കരുത്, അത് മ്ലേച്ഛതയാകുന്നു. ഇതാണ് മതം, അത് മ്ലേച്ഛതയാകുന്നു. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ അശുദ്ധമാക്കരുത്. LGBTQIA+ ആണ്, അത് നിർത്തിയിട്ടില്ല. നോട്ട് ഔട്ടിനൊരു ചിഹ്നം കൊടുക്കാറില്ലേ പത്രക്കാർ, അതേ പ്രകാരം ഈ സാധനം അവസാനിച്ചിട്ടില്ല. പ്ലസ് അതിലേക്ക് ഇനിയും വരും, എന്ന് വരാനുണ്ട്. നെക്രോഫീലിയ അടുത്തെത്തും, എന്ന് വെച്ചാൽ ശവരതി. അതിനെതിരെ സമരം നടക്കുന്നുണ്ട്. പീറ്റർ സിംഗർ എന്ന് പറയുന്ന യുക്തിവാദികളുടെ പ്രമുഖ നേതാവിന്റെ പ്രാക്ടിക്കൽ എയ്ത്തിസം എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളിൽ ഒന്ന് അതാണ്: നെക്രോഫീലിയ അനുവദിക്കണം എന്ന്.
ഭാര്യയുടെ സമ്മതം ഉണ്ടെങ്കിൽ അവൾ മരണപ്പെട്ടാലും സാധ്യമാകുന്നത്ര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് മരിക്കണതിന്റെ മുമ്പ് സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും ആ സംസ്കാരം? നമ്മളൊക്കെ മയ്യത്ത് കാണാൻ പോകുന്ന സമയത്ത്, പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് കുളിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാറില്ലേ? ഇനി പറച്ചില് മാറും. ലാസ്റ്റ് സപ്പർ നടക്കുകയാണ്, വെയിറ്റ് ചെയ്യൂ എന്ന് പറയേണ്ടി വരും. ഈ സംസ്കാരം അതിൽ ആഡ് ചെയ്യപ്പെടാൻ പോകുന്നു. അതേപ്രകാരം പീഡോഫീലിയ, ചെറിയ കുട്ടികളുമായുള്ള സെക്സ്, അതിന് ഗ്രൂപ്പുകളുണ്ട്, അതിനെ ന്യായീകരിക്കുന്ന വിവിധങ്ങളായ സൈറ്റുകളുണ്ട്. അതുപോലെ വരാനുള്ള ഒരു സാധനമാണ് മൃഗരതി. ബൈബിള് മുന്നേ പറയുന്നുണ്ട്, മൃഗങ്ങളുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ അശുദ്ധമാക്കരുത്, അത് ലൈംഗിക വൈകൃതമാണ്. ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനങ്ങളെ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കി. ലേവ്യർ പുസ്തകത്തിന്റെ 18-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. ഇതേ പുസ്തകത്തിന്റെ തന്നെ 20-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വാക്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ഇത്തരം വൃത്തികേട് ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണ് പറയുന്നത്. ഒരുവൻ സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടൊപ്പം ചെയ്യിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരെ വധിക്കണം, അവരെ വധിക്കണം, അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, ലേവ്യർ എന്ന് പറയുന്ന ബൈബിൾ പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. കൊലശിക്ഷയാണ് ബൈബിൾ വിധിക്കുന്നത്. ലിവാത്തെന്ന് പറയുന്ന ഗുദരതിക്ക് ഇസ്ലാമിലെ ശിക്ഷയും കൊല്ലലാണ്. പൊതുവെ ഇസ്ലാമിലെ ശിക്ഷ തന്നെയാണ്. പൊതുവെ പറഞ്ഞാൽ അതാണ്. അത്രക്ക് വൃത്തികേടാണ് ഇത് എന്നർത്ഥം. ഹൈന്ദവ ദർശനങ്ങളിലേക്ക് നമ്മൾ കടന്നാലോ? ഹൈന്ദവ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിങ്ങനെ പല 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 രീതിയിൽ പരന്നു കിടക്കുന്ന ഒരു സംവിധാനമാണ്. എന്തായാലും മനുസ്മൃതി പോലെയുള്ള അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ സംഗതിയെ എതിർക്കുന്നു, അതിന് ശിക്ഷ വിധിക്കുന്നു, അതിന് പല രീതിയിലുള്ള കുഴപ്പങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേപ്രകാരം അവരുടെ ചില സൂത്രങ്ങളിൽ ഞാനത് വിസ്തരിച്ച് ചൊല്ലി കൂടുതൽ സമയം എടുക്കണില്ല. എൻ്റെ മുന്നിൽ അതൊക്കെ തുറന്നിരിപ്പുണ്ട്. മനുസ്മൃതിയുടെ വിവിധങ്ങളായ അധ്യായങ്ങളിൽ ഈ സാധനങ്ങളെ ശക്തമായി എതിർക്കുന്നുണ്ട്. അത് പാടില്ലെന്ന് പറയുന്നുണ്ട്. ഇതാണ് എല്ലാ ധർമ്മശാസ്ത്രങ്ങളുടെയും അടിസ്ഥാന ഭാവം. എന്നാൽ സ്വന്തം മതത്തെക്കുറിച്ചും മതദർശനങ്ങളെ കുറിച്ച് പോലും ബോധമില്ലാത്ത ചില ആളുകൾ, അവരിൽ ഉന്നതന്മാർ വരെയുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ ഒഴുക്കിനനുസരിച്ച് നിന്നു കൊടുക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിയിട്ട് ആ ലെസ്ബിയൻ ഗേ ബന്ധങ്ങളെ അനുവദിക്കുന്നത്. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിന് അതൊരിക്കലും സമ്മതിക്കാൻ കഴിയില്ല. മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽഊനുൻ മൻ ഫഅല ഫിഅല ഖൗമി ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം ചെയ്തതുപോലെയുള്ള വൃത്തികേട് ചെയ്യുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ ഖുർആനിൽ 2 ഇടങ്ങളിൽ ഒരേപോലെ പ്രയോഗിക്കുന്നുണ്ട്. വനിബ്തഗ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. സൂറത്തുൽ മുഅ്മിനൂനിന്റെ 4-ാമത്തെ വചനം, സൂറത്തുൽ മഅരിജിന്റെ അവസാന ഭാഗവും. അള്ളാഹു അനുവദിച്ച ഭാര്യമാരോടൊത്തുള്ള പ്രകൃതിപരമായ ലൈംഗിക രീതികൾക്കപ്പുറം മറ്റൊന്ന്, അതെന്തായാലും ഹോമോസെക്ഷൽ പരിപാടിയാണെങ്കിലും ലെസ്ബിയൻ ഗേ ബന്ധങ്ങളാണെങ്കിലും ബൈസെക്ഷൽ ആണെങ്കിലും എന്തിനധികം മാസ്റ്റർബേഷൻ ആണെങ്കിൽ പോലും ആരെങ്കിലും ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഫൗലൈക ഹുമുൽ ആദൂൻ, അവർ പരിധി ലംഘിച്ചവരാകുന്നു. മതം അനുവദിച്ച, സ്രഷ്ടാവ് അനുവദിച്ച പരിധി ലംഘിച്ചവരാണവർ. അതിന്റെ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓരോരോ എയ്ഡ്സ് ഒന്നുമല്ല ഈ പരിപാടിക്കാർക്കുള്ളത്. പ്രധാനമായി നമുക്കൊക്കെ പരിചയമുള്ളൊരു രോഗത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതല്ലാത്ത മാരകമായ കുറേ രോഗങ്ങളുണ്ട്. എന്താണ് ഇത്തരം ചിന്തകൾ തോന്നിത്തുടങ്ങിയാൽ ചെയ്യേണ്ടത്? അതുകൂടെ സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനത്തെ ഒരു ലോകത്ത്, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇത്തരം ചിന്തകൾ തോന്നാൻ സാധ്യതയുണ്ട്. ആ തോന്നുന്നതോടുകൂടെ നീ നല്ല പുരോഗമനവാദിയായി എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യാണോ വേണ്ടത്? അങ്ങനെയാവണമെന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ പൊതുബോധങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് ഞാനിങ്ങനെ പെണ്ണാണ്, ഒരാണിന് അവന് താടിൻ്റെ മീശയുണ്ട്, ലൈംഗിക ഭാഗങ്ങളൊക്കെ 100% പെർഫെക്റ്റ് ആയിട്ട് ആണിൻ്റെത് തന്നെയാണ്. അതുകൊണ്ടല്ലേ 2 വർഷം മുന്നേ നമ്മുടെ നാട്ടിൽ ഒരു അച്ഛൻ പ്രസവിച്ചതുപോലും. അപ്പയും പരിശുദ്ധ ഇസ്ലാമിന്റെ മേക്കെട്ട് കയറി.
ശാസ്ത്രം അച്ഛനെ പ്രസവിപ്പിക്കുമ്പോൾ ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാതെ നിൽക്കുകയാണെന്നാണ്. ആ ബസ് കിട്ടായ്മയ്ക്ക് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് അനർത്ഥങ്ങൾ സംഭവിക്കൂല. അവിടെ ബസ് കിട്ടാതിരിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. എങ്ങനെ അച്ഛൻ പ്രസവിച്ചത്? അദ്ദേഹം ട്രാൻസ്മാൻ ആയിരുന്നു. കൂടെയുള്ള സ്ത്രീ കോലം ട്രാൻസ് വുമണുമാണ്. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഇത്തിരി വിശദീകരിക്കാം. അച്ഛനായി നിൽക്കുന്ന ആള് പണ്ട് പണ്ടായിരുന്നു, ഇപ്പൊ ആണെന്നാണ് മൂപ്പരുടെ ഭാവം. അതിനനുസരിച്ച് ചില കോലക്കേടുകളൊക്കെ വരുത്തിയിട്ടുണ്ട്, സ്ഥലം മുറിച്ചിട്ടുണ്ട്, ഈ താടിമീശകളൊക്കെ താടിമീശകളൊക്കെ വന്നിട്ടുണ്ട്. ആണുങ്ങളുടെ പാൻസ് ഇടാറുണ്ട്, ആണുങ്ങളുടെ ടീഷർട്ട് ധരിക്കാറുണ്ട്. പക്ഷെ മാരകമായ ഡൗൺ സർജറി മൂപ്പരാൾ നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ലൈംഗിക ഭാഗം പഴയ പോലെ തന്നെ സ്ത്രീയുടേതാണ്. ആളൊപ്പം നടക്കുന്ന ഒരു പെൺകോലുണ്ട്, ഇത് പണ്ടാണായിരുന്നു. അങ്ങനത്തെ ടീമിനാണ് ട്രാൻസ് വുമൺ എന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പരിപാടികളൊക്കെ നടത്തിയിട്ട് പെണ്ണിന്റെ രൂപമുണ്ട്, ചുരിദാർ ധരിക്കാറുണ്ട്, മീശി താടിയൊക്കെ എല്ലാം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ അതിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, കുണിഞ്ഞു നടക്കാറുണ്ട്. അത്രയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഡൗൺ സർജറി നടത്തിയിട്ടില്ല. എന്നുവെച്ചാൽ ഔദ്യോഗികമായ ജന്മസിദ്ധമായ ലൈംഗിക ഭാഗമാണ് ഈ സ്ത്രീ രൂപത്തിനുള്ളത് എന്നർത്ഥം. അവര് രണ്ടുപേരും ഒന്നിച്ചു കടന്നു. അച്ഛനെന്ന് ഐഡന്റിഫൈ ചെയ്തയാൾക്ക് ഗർഭമുണ്ടായി. ഇതിലെന്തിരിക്കണ്? ഇവിടെ ഏതാ ശാസ്ത്രത്തിന്റെ പണി? അപ്പോഴേക്ക് ഇസ്ലാമിനെ ഇറക്കേറ്റ് 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടിയില്ല. എവിടെ അച്ഛൻ പ്രസവിച്ചു. അച്ഛനെന്ന് ഐഡന്റിഫൈ ചെയ്ത് അച്ഛന്റെ രൂപം ധരിച്ച് നടക്കുന്ന ഒറിജിനൽ അമ്മയാവേണ്ട ആൾ പ്രസവിച്ചതാണ് സംഗതി. പക്ഷെ അപ്പോഴേക്ക് ഏറെ കയറ്റാൻ വരികയാണ് പരിശുദ്ധ ഇസ്ലാമിന്. കാരണം ഇവരുടെയൊക്കെ എല്ലാ വൈകൃതങ്ങളെയും ശക്തമായി പ്രതിരോധിച്ച് നിൽക്കുന്ന ഏക ദർശനം പരിശുദ്ധ ഇസ്ലാമാണ്. അത് കുറച്ചുകൂടെ ആഴത്തിൽ പറയേണ്ടി വരും. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദർശനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ടോ? അവിടുന്ന് അനുവദിച്ച ഏതെങ്കിലും ഒരു കാര്യം സമൂഹത്തിന് ദ്രോഹമുള്ളതുണ്ടോ? അവിടുന്ന് വിരോധിച്ച എന്തെങ്കിലും ഒരു സംഗതി, എന്തെങ്കിലും ഒന്ന് സമൂഹത്തിന് ഉപകാരപ്രദമാണോ? അല്ല. ഇത് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. എന്നാലും അല്ലാഹുവിന്റെ റസൂൽ ഒരിങ്ങനെ കൊത്തിവലിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 ഭാര്യമാരുണ്ടായിരുന്നു, മരണപ്പെടും. വഫാത്തുൽ മുസ്തഫ നമുക്കറിയാം. അത് ഇപ്പോഴും ചർച്ചയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ബൈബിൾ പ്രകാരം ദാവീദിന് 100 ഭാര്യമാരില്ലേ? അതിനൊക്കെ പുറമെ ഊരിയാവിന്റെ ഭാര്യ ബത്ശേബ കുളിക്കുന്നത് കണ്ട് അദ്ദേഹം തൽപരനായിട്ട് ആ ബത്ശേബനെ വരുത്തിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലേ? അതിലുണ്ടാകുന്ന ഗർഭം ഊരിയാവിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അദ്ദേഹം വിവിധങ്ങളായ കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നില്ലേ? അതൊന്നും വിജയിക്കാതെ വന്നപ്പോ ഈ ഊരിയാവിനെ യുദ്ധത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് കൊന്നുകളയാൻ വേണ്ടിയിട്ട് തന്റെ സൈനിക നായകൻ അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നില്ലേ? ഇത് വിമർശിക്കപ്പെട്ടോ? 100 ഭാര്യമാരുള്ള ദാവീദ് വിമർശിക്കപ്പെട്ടോ? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന് 18,000 ഭാര്യമാരുണ്ടെന്ന് വ്യക്തമായ രീതിയിൽ എല്ലാ പുരാണങ്ങളിലും ഇല്ലേ? ഹൈമത ഭൂമിയിൽ എന്നും പറഞ്ഞ MP വീരേന്ദ്രകുമാറിന്റെ മാസ്റ്റർ പീസ് രചനയുണ്ട്, വലിയൊരു പുസ്തകം, അദ്ദേഹത്തിന്റെ ഹിമാലയൻ അനുഭവങ്ങൾ. അതിലൊരു അധ്യായം തന്നെയും ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ എന്ന പേരിലല്ലേ? മാതൃഭൂമി ഖണ്ഡശാദ ലേഖനം പ്രസിദ്ധീകരിച്ചപ്പോ അന്നത്തെ മാതൃഭൂമിയുടെ കവർ ചിത്രം എന്തായിരുന്നു? ശ്രീകൃഷ്ണനും നിരവധിയായ സ്ത്രീകളും ഒന്നിച്ചു ചേർന്ന് ഡാൻസ് ചെയ്യുന്നതല്ലേ? ഇതൊരു മോശമായിട്ടല്ല സമൂഹം കാണുന്നത്. നമുക്കത് മോശമാണെന്ന് പറഞ്ഞു തെളിയിക്കേണ്ട യാതൊരു കാര്യമില്ല. അവരുടെ വിശ്വാസത്തെയോ ആചാരത്തെയോ എതിർക്കേണ്ടതോ വിമർശിക്കേണ്ടതോ ആയ യാതൊരു ആവശ്യവും നമുക്കില്ല. ഇതൊക്കെ ഉറക്കെ വിശ്വസിച്ചും ബോധ്യപ്പെടുത്തിക്കൊണ്ടും പറയാണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 9 ഭാര്യമാർ. പക്ഷെ എപ്പോഴും വിമർശിക്കപ്പെടും. എന്താ കാര്യം? ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് അവരുടെ എല്ലാ ആദർശങ്ങളെയും എതിർക്കുക മാത്രമല്ല, അവരുടെ വൃത്തികേടുകൾക്കെല്ലാം സുതാര്യമായ ബദൽ സമർപ്പിക്കുന്ന ഏകദർശനം ഇസ്ലാം മാത്രമാണെന്നറിയാം. അവിടെ പലിശ എതിർക്കുന്നു, അവരുടെ സെക്സ് ബിസിനസ് എതിർക്കുന്നു, സെക്സ് ടൂറിസം, പോൺ ബിസിനസ്സുകൾ, അവരുടെ വഞ്ചനകൾ, പൂഴ്ത്തിവെപ്പുകൾ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ട്രാൻസ്ജെൻഡർ സംവിധാനം പോലും
ഒരു വ്യക്തിയെ എതിർ ജെൻഡർ ആണെന്ന് പ്രേരിപ്പിച്ച് സർജറികളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഏകദേശം 10-40 ലക്ഷം രൂപയാണ് ആ വ്യക്തിക്ക് ചെലവ് വരുന്നത്. ഇതൊക്കെ അടിഞ്ഞുകൂടുന്നത് എവിടെയാണ്? ക്യാപിറ്റലിസ്റ്റുകളുടെ ഭണ്ഡാരത്തിൽ. എത്രമേൽ ആശുപത്രി ചെലവുകൾ, എത്രമേൽ സർജറി ചെലവുകൾ, സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ ചെലവുകൾ, മെഡിസിന്റെ ചെലവുകൾ, ആശുപത്രി വാസത്തിന്റെ ചെലവുകൾ, പിന്നീടുള്ള തുടർ ചികിത്സയുടെ ചെലവുകൾ, പിന്നെയുള്ള ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഡയപ്പർ, മെൻസസ് പേഡുകളുടെ ചെലവുകൾ, പിന്നെ മരിക്കോളമുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റിന്റെ മാരകമായ ചെലവുകൾ. ഒരു മനുഷ്യൻ ഇഞ്ചിഞ്ചായി നശിച്ചിട്ടെങ്കിലും ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത ഭാവങ്ങൾ നിലനിൽക്കണമെന്നും അവരുടെ ഭണ്ഡാരം ഡോളറുകൾ കൊണ്ട് കുമിഞ്ഞുകൂടണമെന്നും അവരാഗ്രഹിക്കുന്നു. അതിന് സിനിമയെയും നാടകത്തെയും സീരിയലുകളെയും പോലെയുള്ള ജനങ്ങളെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളെ അവർ വിലക്കെടുക്കുന്നു. പലപ്പോഴും കോടതിയെയും ഗവൺമെന്റിനെയും അവർ വിലക്കെടുക്കുന്നു. ലോകത്തെ മൊത്തം വാങ്ങാൻ മാത്രം കഴിവുള്ളവരാണ് ഇവർ. ഇന്ത്യയുടെ മൊത്തം സമ്പത്തിന്റെ 80% 100 വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായൊരു വാക്യം പ്രയോഗിക്കുന്നത്. നിങ്ങളിൽ സമ്പന്നരുടെ ഇടയിൽ മാത്രം മുതല് സമ്പത്ത് കറങ്ങിത്തിരിയാതിരിക്കാൻ. അത് ഡെഡ് മണിയായി പോകും. അത് സമൂഹത്തിലേക്ക് ഇറങ്ങണം, പാവങ്ങളിലേക്ക് എത്തണം. തൻ്റെ കയ്യിലുള്ള കോടാനക്കോടികളിൽ 2.5% തൻ്റേതല്ലെന്ന ബോധം ഹൃദയത്തിൽ നിന്നുണ്ടാവണം. അതിനാണ് മതം. അത് പാവപ്പെട്ടവർക്ക്, അർഹരായവർക്ക് നൽകാനുള്ളതാണെന്ന സന്മനസ്സിലേക്ക് മനുഷ്യനെ എത്തിക്കണം. പിടിച്ചു പറിച്ചുകൊണ്ട് കാര്യമില്ല, അവന്റെ മനസ്സിൽ അത് തോന്നണം. ഇങ്ങനെ ഒരു ബദൽ സംവിധാനമാകുന്ന ആദർശം നിലനിൽക്കുമ്പോൾ ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ മതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ, ഏറ്റവും പുതിയ സെൻസസ് പ്രകാരം 200%-ലേറെയാണ് ഇസ്ലാമിന്റെ വളർച്ച തൊട്ടടുത്തുള്ള പ്രസ്ഥാനവുമായി കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ലോകത്തിൽ ഇസ്ലാമിന് അധിവ്യാപനത്വം ലഭിച്ചാൽ ഇവരുടെ എല്ലാ വൃത്തികെട്ട ഏർപ്പാടുകളും ഇല്ലാതെയാകുമെന്ന ബോധത്തിൽ നിന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്ദരമായ വിമോചന മാർഗം ലോകത്തിന് കാണിച്ച കാരുണ്യത്തിന്റെ ദൂതർ, സമൂഹത്തിന്റെ രക്ഷകൻ, പാവങ്ങളുടെ വിമോചകൻ, സ്ത്രീകൾക്ക് ജനിക്കാനും വളരാനുമുള്ള അധികാരം നൽകിയ മഹാത്മാവ്, സ്ത്രീകൾക്ക് വേണ്ടി സമ്പത്ത് സംവരണം ചെയ്ത നായകൻ വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ മുത്തറസൂലിന് എന്തെങ്കിലും ഒരു തകരാറുള്ളത് കൊണ്ടല്ല. അപ്പൊ എന്ത് വേണം? ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോ നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മരണം വരാനിരിക്കുന്നുണ്ടെന്നും കുറച്ചു കാലം ഇത് നടക്കുള്ളൂ എന്ന് പറയണം. ഇപ്പൊ ഇങ്ങനെ ആഘോഷിച്ച് നടക്കുന്ന ലെസ്ബിയൻ കപ്പിൾസ് ഒക്കെ അല്ലേ, കുറച്ചു കാലം കഴിഞ്ഞാൽ എന്തായി? വിരക്തരായി. അവരിപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന സെക്സിന്റെ ഏത് വൃത്തികെട്ട വേർഷനുകളുണ്ടോ അതൊക്കെ കുറച്ചു കാലം നടക്കുള്ളൂ. പ്രകൃതി വിരുദ്ധമായതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതോടുകൂടെ അവരുടെ ഇടയിൽ പിണക്കങ്ങൾ വരും. അതോടുകൂടെ ഇത്തരം പ്രശ്നങ്ങളുടെ ശാരീരികവും സാമൂഹികവുമായ വൃത്തികേടുകൾ പറഞ്ഞു ഫലിപ്പിക്കണം. ഗേ ജീവിതം കൊണ്ടും ലെസ്ബിയൻ ജീവിതം കൊണ്ടും ഉണ്ടാകുന്ന ശാരീരികമായ വിഷമങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഉദ്ധരണം എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്രകാരം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരെ സാമൂഹികമായ ക്രമത്തിൽ നിന്ന് ചില പരിഷ്കാരങ്ങൾ വരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞു, നിറയെ ആൺകുട്ടികളുടെ ഇടയിൽ ഒരു പെൺകുട്ടി ജീവിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് പൊതുവെ ആൺചിന്ത വരും. മറിച്ചും കുറെ പെൺകുട്ടികളുടെ ഇടയിൽ ഒരു ആൺകുട്ടി വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. അവൻ അങ്ങനെ അടിക്കൂല, അവൻ അങ്ങനെ തല്ലുള്ളൂ, അവൻ കിക്ക് ചെയ്യാൻ കാല് വെക്കൂല, അവൻ മാന്താനും പിച്ചാനോ നോക്കുക. കാര്യം അവൻ പഠിക്കണത് ആ ഒരു സൊസൈറ്റിയിൽ നിന്നാണ്. അത് മനുഷ്യന്റെ ഒരു വിഷയമാണ്. കുരങ്ങുകളുടെ ഇടയിൽ നമ്മുടെ ഒരു കുട്ടിനെ കൊണ്ടുവയ്ക്കിയാൽ ആ കുട്ടി മലയാളം സംസാരിക്കൂല, കുരങ്ങുകളുടെ ക്രീ എന്ന് പറയുള്ളൂ. ആ കുട്ടി ചാടാൻ ശ്രമിക്കും കുരങ്ങിന്റെ പോലെ വളഞ്ഞു നിൽക്കുള്ളൂ, നേരെ നിൽക്കൂല. കുരങ്ങിന്റെ പോലെ ഭക്ഷണം കഴിക്കുള്ളൂ. മറ്റു ചിന്തകൾക്ക് ആ പ്രശ്നമില്ല. മനുഷ്യക്കുട്ടികളുടെ ഇടയിൽ കുരങ്ങുകുട്ടിനെ കൊണ്ടുവന്നാൽ കുരങ്ങുകുട്ടിയായിട്ടേ വളരുള്ളൂ. ഒരിക്കലും മനുഷ്യക്കുട്ടിയാവൂല. കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കൊന്നുമില്ല. അത് കഴിഞ്ഞ ഉടനെ വായ ഒപ്പിളിച്ച് വൃത്തിയാക്കൊന്നുമില്ല, ഡ്രസ്സ് ഇടൊന്നുമില്ല. അത് മനുഷ്യരുടെ ഒരു വിഷയമാണ്. അപ്പൊ പെൺകുട്ടികളുടെ ഇടയിൽ മാത്രം ജീവിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും തോന്നലുണ്ടാവും.
ആ തോന്നലിനെ അതിജയിക്കാൻ വേണ്ടി അവരുടെ സാഹചര്യത്തെ മാറ്റിപ്പണിയണം. ഞാൻ പ്രാവശ്യം ഗൾഫില് പ്രസംഗത്തിന് പോയ സമയത്ത് ബഹ്റൈനിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. 10 കുട്ടികളും ഒരു പെൺകുട്ടി മാത്രം ഒരു വീട്ടിൽ, ചെറിയ മക്കൾ. വലിയൊരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു. എല്ലാവർക്കും മൗലൂദുകളൊക്കെ ഫുള്ള് കാണാതെ അറിയാം, യാസീനടക്കമോ ഏകദേശം ഖുർആനൊക്കെ കാണാതെ അറിയാം. നമ്മൾ ചൊല്ലി തുടങ്ങിയ ബാക്കി ഒരങ്ങനെ പറഞ്ഞോളൂ. ബെയ്ത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ ഒന്നിച്ചു ബെയ്ത്ത് അങ്ങോട്ട് തുടങ്ങും. ജവാബല്ല, ബെയ്ത്ത് തന്നെ. മൗലൂദ് കഴിഞ്ഞതിന് ശേഷം ഖദീജ ബീവിയെയും ഫാത്തിമ ബീവി തവസ്സുലാക്കിയിട്ടുള്ള 14 വരെയുള്ളൊരു ബെയ്ത്തുണ്ട്. ദുആ കഴിഞ്ഞ് എണീറ്റപ്പോൾ തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ച പോലെ അതങ്ങോട്ട് തുടങ്ങി. എല്ലാവരും കൂടി പിരിപിരേന്. ഗൾഫിന്റെ സാഹചര്യത്തിൽ പോലും അങ്ങനെ മക്കളെ വളർത്താൻ പറ്റുന്നുള്ളതിന് തെളിവാണ്. നമ്മൾ മൗലൂദിനായാലും കുട്ടി വരുന്നുണ്ടാവില്ല അല്ലേ? നമ്മൾ മൗലൂദിന് പോകുമ്പോഴും നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ കടന്നുറങ്ങുന്നുണ്ടാവും അല്ലേ? പഠിക്കണം എന്ന് പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താം. ആ വീട്ടിലെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവിടുത്തെ പോലീസാണ് ഒരാൾ, ഫയർഫോഴ്സിലാണ് ഒരാൾ. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി ഈ ആൺകുട്ടികളുടെ ഇടയിൽ മാത്രം ജീവിക്കുകയാണ്, അപ്പൊ നല്ല ശ്രദ്ധിച്ച് അവൾ പെണ്ണാന്നുള്ള ബോധത്തിൽ വളർത്തണം എന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചവർ ചില മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ സാഹചര്യം മനുഷ്യനെ, ഞാൻ പറഞ്ഞല്ലോ, കുരങ്ങയുടെ ഇടയിലാണെങ്കിൽ കുരങ്ങായിട്ടേ ജീവിക്കൂ. വെറും പട്ടികളുടെ ഇടയിൽ നമ്മളൊരു കുട്ടി വളരുകയാണെങ്കിൽ കുട്ടി ബഹുന്നേ പറയുള്ളൂ. മൗഗ്ലീനെ അറിയാലോ നമുക്ക്, ജംഗിൾ ബുക്കിൽ. കഥയാണെങ്കിലും അതിൽ പാടണം. അപ്പൊ സാഹചര്യത്തെ നമ്മൾ മാറ്റിപ്പണിയണം. പിന്നെ ഈ വിചാരങ്ങളിലേക്ക് വരാൻ പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കണം. അപ്രകാരം തന്നെ നോമ്പ്, വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നോമ്പൊക്കെ നോൽപ്പിച്ച് അവരുടെ ശാരീരികമായ ഹോർമോൺ നില ക്രമീകരിക്കണം. ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്താം, കൗൺസിലിംഗ് നടത്തണം. അതിന് വിരുദ്ധമാണ് യൂറോപ്പൊക്കെ കേട്ടോ. ചില രാജ്യങ്ങൾ, 10 രാജ്യങ്ങൾ, അതേക്കുറിച്ച് പഠിച്ചപ്പോൾ 10 രാജ്യങ്ങളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ലോകം എന്ന് പറഞ്ഞാൽ 10 രാജ്യത്തിൽ പരിമിതമല്ലെന്ന് എല്ലാ സെലിബ്രിറ്റികളും മനസ്സിലാക്കുന്നത്. ലോകം മൊത്തം അംഗീകരിച്ചത് പറയുമ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ 10 രാജ്യം ശുഷ്കാവണ്ടേ? അല്ലല്ലോ. അപ്പൊ 10 രാജ്യങ്ങളിലാണ് ഇത്തരം സംഗതികളെ നിയമപരമായി സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് അതേക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായത്. എന്തായാലും പ്രകൃതി വിരുദ്ധമാണത്, മതവിരുദ്ധമാണത്, ധാർമ്മിക നിയമങ്ങൾക്ക് വിരുദ്ധമാണത്, മനുസ്മൃതിക്ക് വിരുദ്ധമാണത്, ബൈബിളിനും വിരുദ്ധമാണത്. അപ്പൊ ഖുർആനെ മാത്രം ഏറെക്കയറ്റാൻ നിൽക്കേണ്ട. ഇസ്ലാമിക പണ്ഡിതന്മാർ യുക്തിബോധത്തോടുകൂടെ യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ അവരെ മാത്രം ക്ലിപ്പ് മുറിച്ചിട്ട് ഏറലാക്കാൻ ശ്രമിക്കേണ്ട. ഇതാണ് വസ്തുത. ആരും മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമാകുന്ന, മനുഷ്യവംശം തന്നെ ഇല്ലാതെയാകി പോകുന്ന ഇത്തരം വൃത്തികേടുകളെ സപ്പോർട്ട് ചെയ്യരുത്. അതിനെ എതിർക്കുന്ന എതിർസ്വരങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും കേൾക്കാനെങ്കിലും ഒരു മനസ്സ് കാണിക്കണം. നമ്മൾ ഈ പറയുന്ന പരിപാടിയിലുള്ള ലെസ്ബിയൻ കപ്പിൾസിന് അങ്ങനെ ജീവിക്കാമെങ്കിൽ അത് ശരിയല്ലെന്ന് വിശ്വസിക്കാനുള്ള, അംഗീകരിക്കാനുള്ള അധികാരം അവരല്ലാത്തവർക്ക് ഉണ്ടെന്ന വിശാലതയെങ്കിലും ഇത്തരം സെലിബ്രിറ്റികൾ മനസ്സിൽ വെക്കണം. എന്നിട്ട് എതിർത്ത് തോൽപ്പിക്കുക. അവർ പറയാൻ സമ്മതിക്കാതെ ആക്രോശിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റും, പിന്നെ നിങ്ങൾക്ക് എന്ത് എന്ന്. ഒരാളുടെ വീട്ടിലേക്ക് ആരെ കയറ്റണം എന്ന് അയാൾ തീരുമാനിക്കേണ്ടതാണ്. ഈ പറഞ്ഞയാളുടെ വീട്ടിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കുന്നു കരുതിയിട്ട് അടുത്ത അയൽവാസി എല്ലാവരെയും പ്രവേശിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഭീകരതയല്ലേ? അതുകൊണ്ട് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ ജീവിത രീതിയെ കൊണ്ടുപോകണമെന്നും അതിന് വിരുദ്ധമായ എല്ലാ പ്രവണതകളിൽ നിന്നും അത് ആരൊക്കെ പ്രലോഭിപ്പിച്ചാലും വിട്ടുനിൽക്കണമെന്നും സമൂഹത്തോട് നമ്മൾ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരണപ്പെട്ട് നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.